ഈശോ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി. എൻ്റെ പേര് സോന ജയ്സൺ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വെട്ടുകാട് ഇടവാകാംഗമാണ്. ഇതെൻ്റെ മകൾ ജസ്ബിയ, ഇതെൻ്റെ മകൻ ജോഷുവ, ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മ. ഞാൻ 20/11/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം പറയാം. ആഗസ്റ്റ് 12 എൻ്റെ ഹസ്ബൻഡ് മരിക്കുകയുണ്ടായി. തുടർന്ന് ഞാനൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു. അതിന് മുന്നേ ഭർത്താവ് മരിക്കുന്നതിന് 2 മാസം മുന്നേ മകന് ഫിക്സ് എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവന് ഡോക്ടർ ഞങ്ങൾ 2 പേരോടും കൂടി പറഞ്ഞിരുന്നു, അവന് ഓട്ടിസം എന്ന രോഗം വരാൻ ചാൻസ് ഉണ്ട്, അവൻ്റെ വളർച്ച മുരടിക്കാം, അവൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ പുറകോട്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നടത്തം അവൻ ഒറ്റടി വല്ലതും വെച്ചിട്ട് നടന്നിരുന്നില്ല 1 വയസ്സായിട്ടും. അവന് 1 വയസ്സ് 1 മാസം ഉള്ളപ്പോഴാണ് ഈ അസുഖം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആകെ സങ്കടത്തിലായിരുന്നു. കാരണം ഈ ഫിക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഫിക്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്കുണ്ടായി. ഞാൻ അതിൽ ആകെ ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിൻ്റെ വിയോഗം ഉണ്ടാവുന്നത്. ആൾക്ക് ഡെങ്കിപ്പനി മുഖേന അറ്റാക്ക്, ഡെങ്കിപ്പനി മാറി സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ്റെ വ്യത്യാസം ക്ലോട്ടായിട്ട് അറ്റാക്ക് വരികയായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമാണ്. സത്യം പറഞ്ഞാൽ അത് എന്നെ വല്ലാതെ അങ്ങ് നിലച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബഹുമാനപ്പെട്ട അച്ഛൻ പറയണ പോലെ എൻ്റെ ഒരു ലോകരാജ്യം തന്നെ നിലച്ചു. എനിക്ക് മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തയ്യൽ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു, പക്ഷേ സ്ഥിര വരുമാനം ഇല്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അവനൊരു 5 വയസ്സ് വരെ അവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ മരിക്കുമ്പോൾ ചെറു കടങ്ങളായിട്ട് മേടിച്ചത് ലോൺ പോലെ ഈ കുടുംബശ്രീ സംഘങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ച ലോണ് ആയിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ കടമുണ്ട്. അത് മാസം 10,000 രൂപയോളം അടയ്ക്കണം. അപ്പോൾ ആളുള്ളപ്പോൾ വരെ ഞങ്ങൾ 1-2 പറഞ്ഞ് തത്തിയാണ് ആ പൈസ അടച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഭയം, ഞാൻ എങ്ങനെ ആ പൈസ അടയ്ക്കും എന്നുള്ളൊരു ഭയം വന്നു. ഒപ്പം ജോലിക്ക് പോയാൽ എങ്ങനെയാലും അടയ്ക്കാം, പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല. മകനെ ആരെ ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. അവനെ 5 വയസ്സ് വരെ ശ്രദ്ധിക്കണം. എനിക്കറിഞ്ഞൂടാ, എന്നെ ഭയം വല്ലാതെ മൂടി. ഞാൻ വല്ലാതെ പേടിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ മക്കളെ കൈകൊണ്ട് കൊല്ലാൻ പറ്റില്ല. അവരെ ഞാൻ അത്രയും ഈശോട് ചോദിച്ചു മേടിച്ചതാ. മൂത്തത് മകൾ വേണമെന്നും അവൾ ഒരുക്കി കൊണ്ട് നടക്കാൻ, രണ്ടാമതൊരു മകൻ വേണമെന്നും ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. അപ്പോൾ അവരെ എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ എനിക്ക് മരിക്കണം, എനിക്ക് എങ്ങനെയും ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് ആളെ കാണണം എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ആത്മഹത്യക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ്റെ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ വേദന ഇല്ലാതെ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഉറക്ക ഗുളിക കഴിച്ച് മക്കൾക്ക് കൊടുത്ത് അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ മരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഉറക്ക ഗുളിക അങ്ങനെയൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ചേട്ടൻ മരിച്ചതിൻ്റെ 3-ാം ദിവസം തുടങ്ങി ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, എനിക്ക് പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു. പാവൻ്റെ അമ്മ അത് വിശ്വസിച്ചു എന്നെ കുറേ സ്ഥലത്തേക്ക് കൊണ്ടു നടന്നു. ആദ്യം ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അച്ഛനെ, സൈക്കാട്രിസ്റ്റാണ്, അച്ഛനെ കാണിച്ചു. അച്ഛൻ മുഖേന എന്നെ ജൂബിലി മിഷനിലുള്ള ഒരു ജോമി ഡോക്ടർ എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മരുന്നും കാര്യങ്ങളും എഴുതാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ ഉറക്കം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ ഉറക്കമില്ല എന്ന് ഞാൻ പറയാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു ഉറക്കമൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നപ്പോൾ പിന്നെ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് എഴുതണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, മൈൻഡ് സെറ്റാവാനുള്ള മരുന്ന് എഴുതാമെന്ന് പറഞ്ഞു. മരുന്ന് എഴുതി. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പാവം എൻ്റെ അമ്മ കുറേ എന്നെ കൊണ്ട് നടന്നു. എന്നിട്ട് അത് കിട്ടി, ലിസ്റ്റ് കിട്ടി. ഞാൻ എന്നെ വീട്ടിലൊക്കെ സംസാരിച്ചു. ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അവളെ അവിടെ നിന്നൊന്ന് മാറ്റി നിർത്തിക്കോ, നിങ്ങളുടെ കൂടെ നിർത്തിക്കോ, അപ്പോൾ അവൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ വീട്ടിലൊരു മാസം നിന്നു, മരുന്ന് കഴിച്ചു. ഞാൻ ഓക്കെ ആയി. ഞാൻ തിരിച്ചു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് ചേട്ടൻ്റെ 41 തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഡോക്ടർ ഞാൻ എന്നെ ഒരു മൈൻഡ് ശരിയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മരുന്ന് വേണ്ട നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് വല്ലാണ്ട് രാത്രി ഉറക്കം, മോന് പാല് കുടിക്കണതാണ്. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഈ മരുന്ന് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറയണത് എന്നാൽ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് നിർത്താമെന്ന്. സത്യം പറഞ്ഞാൽ അതിൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പക്ഷേ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ശരിയായി. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം മക്കളെ. അപ്പോഴേക്കും ഒരു മൈൻഡ് റിലാക്സായി. ഞാൻ വീട്ടിൽ പോയി. 41 കഴിഞ്ഞു, എല്ലാവരും പോയി, ഞാൻ തരിച്ചായി. എൻ്റെ അമ്മ അവസാനം എന്നോട് യാത്ര പറഞ്ഞ അമ്മയും പോയി. ആ റൂമിനുള്ളിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഒരു ദിവസം പോലും ഞാൻ ചേട്ടനില്ലാതെ അവ വീട്ടിൽ ഞാൻ നിന്നിട്ടില്ല. 6 കൊല്ലമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയത്. 2017 വിവാഹം. ഞാൻ ദൈവത്തെ വല്ലാതെ വെറുത്തു. സത്യം പറഞ്ഞ ഈ ലോകത്ത് എന്നെ പോലെ ആരെങ്കിലും ദൈവത്തെ വെറുത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ അത്രയും ഒരുങ്ങിയിട്ടല്ലേ ഞാൻ ഈ വിവാഹത്തിലേക്ക് കടന്നത്. കാരണം എനിക്ക് വിവാഹം താല്പര്യമില്ലായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞ് ഒരുങ്ങിയിട്ട് നീ തന്നതല്ലേ, എന്തുകൊണ്ട് നീ തിരിച്ചെടുത്തു എന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും പറയുന്ന പോലെ കണ്ണിൽ ചോരില്ലാത്തവനാ എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയെയും വെറുത്തു. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു നീയും കൂട്ടം നിന്നില്ലേ നിൻ്റെ മകനൊപ്പം, നിനക്കെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയായിരുന്നില്ലേ, നീയും ഒപ്പം ചേർന്നില്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് ആകെ കൂടി വിവാഹശേഷം ഒരുമിച്ച് പോയത് തൃശ്ശൂരുള്ള പുത്തമ്പള്ളിയിൽ മാത്രം. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നൊവേനയ്ക്ക് പോവായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയും മാതാവേ നീയും എന്തേ എന്നെ കൈവിട്ടേ. പിന്നെ ചേട്ടൻ പള്ളിയിൽ യൂണിറ്റ് പ്രസിഡൻറ്റും പള്ളിയായിട്ട് നല്ല അടുത്ത് ഉള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഔസേപ്പ് പിതാവിനെയും വെറുത്തു. ഞാൻ ഔസേപ്പ് പിതാവിനോടും ചോദിച്ചു അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്ത്, നിന്നെ പോലെ തന്നെ നല്ലോണം അധ്വാനിക്കുന്ന ഒരാളല്ല എൻ്റെ ഹസ്ബൻഡായിരുന്നു, നീ എന്തുകൊണ്ട് കൈവിട്ടു, നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു ദയയില്ലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വെറുത്തു എന്ന് പറഞ്ഞു, അങ്ങേറ്റം വെറുത്തു. അങ്ങനെ ഡിപ്രഷൻ മൂഡ് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ പ്രിസ്ക്രിപ്ഷൻ തപ്പി എനിക്ക് കിട്ടി. ആ ഒരാഴ്ച എനിക്ക് വീട്ടിൽ മോന് വയ്യ പനി, മോൾക്ക് വയ്യ പനി, എനിക്ക് പനി. മോള് കരയണു, മോളെ എടുക്കണ്ടേ മോനെ എടുക്കണ്ടേ, എനിക്ക് നിൽക്കാൻ വയ്യ. എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട്. 9 ഒരു ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. എൻ്റെ ഈ ചെറുവിരലിൻ്റെ ഇട പോലും എനിക്ക് വേദനയാണ്. എനിക്ക് മോനെടുക്കാനൊന്നിനും പറ്റണില്ല. എല്ലാം കൊണ്ടും ഡിപ്രഷൻ മൂഡിൽ നിൽക്കണ സമയത്ത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ചേച്ചി, ഞാൻ ആ ഇടവകയിൽ കണ്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അമ്മ പള്ളിയിൽ വെച്ചിട്ട് ചേട്ടൻ്റെ അമ്മ ആ ചേച്ചിയോട് പറഞ്ഞ എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് ആ ചേച്ചി, ഒരു പരിചയമില്ലാത്ത ചേച്ചി, ഞാൻ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് എൻ്റെ തലണരുടെ അടിയിൽ വെച്ച സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ ചേച്ചി തൈലെടുത്തു, എൻ്റെ നെറ്റിയിൽ പൂശി, ഉപ്പ് എൻ്റെ റൂമിൽ വിതറി, എന്നോട് പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന കരം ഞാൻ കാണിച്ചു തരാമെന്ന്. കൃപാസനം എന്ന് ഞാൻ ചേട്ടനുള്ള സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആ പത്രം കിട്ടിയിട്ടുണ്ട്. ആ പത്രത്തിൽ ഞാൻ നൈറ്റ് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് തയ്ച്ചിട്ട്. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ആ ചേച്ചീനെ വിശ്വസിച്ച് ഒന്നും അറിയില്ലെങ്കിലും മരിക്കാൻ നേരത്ത് കിട്ടിയ കച്ചി തുരുമ്പ് നന്നോണം ആ ചേച്ചി അമ്മയുടെ നിർബന്ധപ്രകാരം, ചേട്ടൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ആ ചേച്ചി എന്നെ ഒരു ദിവസം, ഒരു 2 ദിവസമേ വൈകിട്ടുള്ളൂ, എന്നെ കൊണ്ടുവന്നു. ഞാനവിടെ ഉടമ്പടി എടുത്തു. കുറേ നാളായി ഉറങ്ങിയിട്ട് അതിൻ്റെ ഒക്കെ ഇത് കാരണം ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ക്ലാസ് കേട്ടിട്ടില്ല.
ആദ്യത്തെ പോർഷനൊന്നും കേട്ടില്ല, നന്നായി ഉറങ്ങി. എന്നാൽ അവിടെ വെച്ച് ഇങ്ങനെ നമ്മുടെ കൗൺസിലർ പറഞ്ഞു, ഓരോ അസുഖങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ അപസ്മാര രോഗം ഒന്ന് കേട്ട ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നുള്ള വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാനത് എഴുതിയെടുത്തു. എൻ്റെ മോളുടെ നാവിൻ്റെ കെട്ടിനെ കുറിച്ചും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനും വചനം കിട്ടി. പക്ഷേ ഈ അപസ്മാര രോഗി എന്നുള്ള വചനം എന്നെ വല്ലാതെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. അത് എന്നോട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ, നീ മകൻ്റെ അസുഖം നിനക്ക് ഞാൻ മാറ്റിത്തരാം, നീ ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നലെ വരെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എൻ്റെ മോൾക്ക് വരെ ആ വചനം കാണാപ്പാടാണ്. ആ വചനം പള്ളിയിൽ എത്തിക്കുമ്പോൾ എൻ്റെ മോൾ എൻ്റെ തിരിഞ്ഞു നിന്ന് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. കാരണം ഞാനത് ഇതുവരെ മുടക്കിയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ തിരിച്ചു പോയി. ഞാൻ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങളിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം. എനിക്കിത്തിരി പറയുകയാണെങ്കിൽ ഇത്തിരി പ്രസ്റ്റീജ് കൂടുതലുള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത്, കുഞ്ഞുനാൾ മുതൽ ഒരു മിഠായിക്ക് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ അപ്പച്ചനും അമ്മയൊക്കെ തരും, ചേട്ടനൊക്കെ തരുന്നത് മേടിക്കും കഴിക്കുന്നല്ലാണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പം ഞാൻ ചേട്ടനെ ആയാലും പരമാവധി ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, എനിക്കൊരു വരുമാനം, സ്ഥിര വരുമാനം എനിക്ക് വേണം. അത് നീ തന്നിരിക്കണം. കാരണം അതെൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഭർത്താവ് പോയി തോറ്റ് തല താഴ്ത്തേണ്ട വന്നാൽ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. കാരണം ആരുടെ മുന്നിൽ എനിക്ക് നാണം കെട്ട് ജീവിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ. കാരണം കുഞ്ഞുനാൾ മുതൽ കുറേ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ ഘട്ടങ്ങൾ ടീനേജ് ആകുമ്പോൾ പറയും, നീ ജോലിക്ക് പോയി ശരിയാവും എന്ന് പറയും. ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുടി, നിൻ്റെക്ക് സന്തോഷം കിട്ടുന്നു അത് വിചാരിച്ച് വിവാഹം കഴിച്ചു. ഭർത്താവ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇണക്കങ്ങളും മണക്കളുണ്ടെങ്കിലും ആളാണ് എന്നെ പകൽ വെളിച്ചം കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സങ്കടം. കാരണം ജോലിക്ക് പോവും, കാലത്ത് 9 മണിക്ക് ജോലിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് പോവും, വൈകിട്ട് 6:30 ആകുമ്പോൾ വീട്ടിലെത്തും. ഞാൻ പകൽ വെളിച്ചം കണ്ടിട്ടില്ല. സൺഡേസ് ഞാൻ +1 +2 ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയി. അതുകൊണ്ട് സൺഡേ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് അത് ആദ്യം വെച്ചു. രണ്ടാമതായിട്ട് എൻ്റെ മോൻ്റെ രോഗം മാറ്റി തരണം. കാരണം എൻ്റെ മോനൊരു ഓട്ടിസം രോഗിയായിട്ടോ അല്ലെങ്കിൽ വളർച്ചയില്ലാതായിട്ടോ എനിക്ക് കാണണ്ട. ഞാൻ നിന്നോട് ചോദിച്ചു മേടിച്ചതാണ് എൻ്റെ മോനെ. എനിക്ക് അവനെ പൂർണ്ണ സൗഖ്യമായിട്ട് എനിക്ക് കിട്ടണം. കാരണം അവനെ വയ്യാണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തളർന്നു പോവും. അതുകൊണ്ട് അവനെ സ്റ്റേബിളായിട്ട് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് 2ാമത്തെ ഉടമ്പടിയായിട്ട് വെച്ചു. 3ാമത്തെ ഉടമ്പടി എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഭവനം. അങ്ങനെ അവൻ്റെ ഉടമ്പടി അവൻ്റെ വെച്ച് ഞാൻ തിരിച്ചു പോയി. എനിക്കെന്നെ അതിശയമാണ്. അവൻ പതുക്കെ റിക്കവർ, അവൻ നടന്നു, ഒറ്റടി വെച്ചു, പിന്നെ സംസാരം വന്നു, അവൻ നല്ല ആക്റ്റീവായി. അപ്പോൾ എനിക്കെന്നെ അതിശയമായി. പതുക്കെ ആയി. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അവന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ മരുന്ന് നിർത്തി. മരുന്ന് ഡോക്ടർ നിർത്തിയതല്ല, ഞാൻ നിർത്തിയതാണ്. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ മോന് ശരിയായി ഡോക്ടറെ, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ 5 വയസ്സ് വരെ മരുന്ന് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട. എൻ്റെ കയ്യിൽ ഇപ്പോഴും ലാസ്റ്റ് ഡോക്ടർ അവൻ്റെ മരുന്ന് കണ്ടിന്യൂസ് കൊടുത്തായിരുന്നു. നിർത്തിയ മരുന്ന് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും നല്ലോണം പനിയൊക്കെ വരുമ്പോൾ ഈ മരുന്ന് നീ മറക്കാതെ കൊടുക്കണം. കാരണം ഇനി അവനൊരു ഫിക്സ് വരാൻ പാടില്ല. അവനിപ്പോൾ ഓക്കെയാണ്, ഇനി അവന് വിട്ടു കൊടുത്തോടാന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സമയം. അപ്പോൾ ഡോക്ടർ എന്നോട് നല്ല ഇതിൽ പറഞ്ഞു. അപ്പം ഞാൻ, ഇല്ല ഡോക്ടർ, അവന് മരുന്ന് വേണ്ട, എനിക്ക് ഉറപ്പാണ് അവൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. അതിന് മുന്നേ ഞാനിവിടെ വന്നിരുന്നു. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അത്രയും വയ്യെങ്കിലും ഞാൻ അവിടെ വരി നിന്ന് മോൻ്റെ ഈ രോഗത്തിൻ്റെ ഇതൊക്കെ കാണിച്ച് ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടതും എനിക്ക് കിട്ടിയ സമാധാനം എന്താണെന്ന് എനിക്ക് അറിയില്ല. വന്നു, അച്ഛൻ അവൻ്റെ തലയിൽ തൊട്ട് സൗഖ്യപ്പെടുത്തി അവൻ്റെ കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചിരിച്ചു. ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. എനിക്കതിൻ്റെ അർത്ഥം സത്യമായിട്ട് അറിയില്ല. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ അങ്ങനെ ഒന്നും പറയാതിരുന്നേന്ന് വിചാരിച്ചു. ആ കാശ് രൂപം തന്നു. അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ചേച്ചിയുണ്ട് എൻ്റെ കൂടെ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, അവൻ്റെ കഴുത്തിലിടണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇവൻ്റെ അസുഖം മാറി മാതാവായിട്ട് അവൻ്റെ കഴുത്തിൽ നിന്ന് ആ കാശ് രൂപം ഊരി എൻ്റെ കയ്യിൽ വീഴണ വരെ ഞാനത് ഊരിയിട്ടില്ല.
അത് ഇട്ട് കൊടുത്തു. അന്ന് മുതൽ അവന് നല്ല മാറ്റമാണ്. അന്ന് മുതലാണ് അവന് മാറ്റം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇന്ന് എൻ്റെ മോളേക്കാളും ആക്റ്റീവ് അവനാണ്. ഞാൻ ഒന്ന് കരഞ്ഞാൽ എൻ്റെ കണ്ണീരൊപ്പം അവൻ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറം. അച്ഛൻ പറയാതിരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അച്ഛൻ എന്നെ ഉടമ്പടി ധ്യാനത്തിൽ, ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങാണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മോള് വരെ എന്നെ ചീത്ത പറയും. കാരണം ഞാൻ ജോലി തയ്ക്കുന്ന സമയത്തൊക്കെ ഈ ധ്യാനമാണ് കേട്ടോണ്ടിരിക്കുന്നത്. പണ്ട് പാട്ട് കേട്ടിരുന്ന ഞാൻ ഇപ്പം ധ്യാനമാണ്. അത് 2017 മുതലുള്ള ധ്യാനങ്ങൾ ഞാൻ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, സ്ഥിരം കേൾക്കും. എനിക്ക് ധ്യാനം കേട്ടില്ലെങ്കിൽ തയ്ക്കൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ, ഞാൻ ഉത്തരം പറയാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ പോണേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ മോനോട് പറയാണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എൻ്റെ മോൻ്റെ അസുഖം മാറിയെന്ന്. ഞാൻ ആ മരുന്ന് തുറന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. അതിനുശേഷം കുറേ തവണ അവന് പനി വന്നു, പലതരം അസുഖങ്ങളും വന്നു. പക്ഷേ ഞാൻ അവന് ആ മരുന്ന് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ മരുന്ന് എൻ്റെ അതിൽ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ കാണിക്കാൻ വേണ്ടി സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ അന്നേ കളഞ്ഞേനെ. ഇന്നേ വരെ അവനൊരു അസുഖം വന്നില്ല. അതിന് ഈശോയ്ക്ക് അമ്മോടും പറയാൻ പറ്റുന്ന കോടാനുകോടി നന്ദി. കാരണം അവൻ ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാനും പതുക്കെ ഡിപ്രഷനിലേക്ക് പോയേനെ. എനിക്കൊന്നും ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പതുക്കെ എൻ്റെ മോളുടെ നാവിൻ്റെ കെട്ട്, അവൾ ആളാണെന്നൊന്നും കറക്റ്റായിട്ട് വർത്തമാനം പറയാൻ ബാക്കോട്ടായിരുന്നു എങ്കിലും പറഞ്ഞു തുടങ്ങിയാലും ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ ഞാനെന്നും അവളുടെ നാവിൽ തൈലം, വിശുദ്ധ തൈലം പുരട്ടും, നെറ്റിയിൽ പുരട്ടും, ഉപ്പ് കൊടുക്കും, തേനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അവൾ കഴിക്കും. പതുക്കെ പതുക്കെ അവൾ വർത്തമാനം പറയാൻ തുടങ്ങി. പിന്നെ അവൾക്ക് അലർജിയുടെ അസുഖമുണ്ട്, ഭയങ്കര ചുമയാണ്. ആ ചുമ വരുമ്പോൾ രാത്രി അവൾ കരയും, കരഞ്ഞ് ഛർദ്ദിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒപ്പം മോനും വാശി, അവനെ എടുക്കണം. ഇവൾ കരയുമ്പോൾ ഇവളെ എടുക്കാറ് അവളുടെ അപ്പനാ. അപ്പോൾ ആളുടെ പ്രസൻസ് ഇല്ലാത്ത കാരണം എനിക്ക് ഇവളെ കരയിക്കാണ്ട് നോക്കണം. ഞാനപ്പോൾ പരമാവധി ഇവളെ കരയിക്കാണ്ട് നോക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കാശ് രൂപത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ അപ്പോൾ കാശ് രൂപം എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. അന്ന് മുതൽ അവൾക്ക് കുഴപ്പമില്ല, ചുമ മാറി. അങ്ങനെ ആ വിഷയം മാറി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ധ്യാനത്തിൽ, പള്ളിയിൽ ധ്യാനത്തിൽ കേൾക്കണ മാതാവിൻ്റെ ജോലിയാണ് തയ്യൽ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ തയ്യലോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ചേട്ടൻ മരിച്ചതോടുകൂടി ആകെ ഡിപ്രഷൻ ആയതുകൊണ്ട് നല്ല തുണി മേടിച്ച് വെട്ടാനും തയ്ക്കാനും പേടിയായിരുന്നു, എനിക്ക് ഭയം. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മയുടെ ജോലിയല്ലേ, അതും എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് ഒരു മാസം മുന്നാണ് ഞാൻ ആ തയ്യലിൻ്റെ ക്യാബിൻ തിരിക്കുന്നതൊക്കെ. അപ്പോൾ അത് ദൈവം എനിക്ക് വേണ്ടി കരുതിയതാണെന്ന് വിചാരിച്ചു ഞാൻ അതിലേക്ക് ഇറങ്ങി. അങ്ങനെ അത് മുന്നോട്ട് പോയി. എനിക്ക് നല്ലൊരു വരുമാനമായി. പതുക്കെ പതുക്കെ എനിക്ക് കാനഡയിൽ നിന്ന് ഓർഡർ വന്നു. 2 പ്രാവശ്യം ഞാൻ കാനഡയിലേക്ക് ഡ്രസ്സ് തയ്ച്ചയച്ചു. അതിൽ നിന്നൊരു വരുമാനം കിട്ടി. ഇപ്പോൾ ഡാൻസിൻ്റെ ഡ്രസ്സ്, അവർക്ക് ആ ഡാൻസിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്കത് സ്റ്റേറ്റ് ലെവലിൽ അവരുടെ കാനഡയിൽ ഡാൻസ് കളിച്ചിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചു. എനിക്കത് വലിയ സന്തോഷം ഉണ്ടായി. അതിനുശേഷം ഒരു ഓർഡർ കിട്ടി, അതും തയ്ച്ചയച്ചു. അങ്ങനെ ഞാൻ തയ്യൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ച് തയ്ക്കാറായി. അതിൻ്റെ ഇടയിൽ ഇത് മാത്രം പോരാ, കടങ്ങൾ വീട്ടണം, എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് LIC എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു കോള് വന്നു. അപ്പം അങ്ങനെ പാർട്ട് ടൈമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാ, ഞാൻ മാതാവിനോട് ചോദിച്ചതാണ്, എൻ്റെ മക്കളൊക്കെ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി. അങ്ങനെ ആ ജോലി ഞാൻ എടുത്തു. എനിക്ക് അങ്ങനെ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടി. ഞാൻ അതും ഇതും കൂടി ആയപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ഞാൻ എൻ്റെ മാതാവിനോട് ആദ്യമായിട്ട് പറഞ്ഞത്, എൻ്റെ മോളൊരു മിഠായി ചോദിച്ചാൽ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റണം. അതേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെ അവൾ ചോദിച്ചതൊക്കെ ഞാൻ ക്രമമിട്ട് മേടിച്ചു കൊടുക്കുന്ന ആളല്ല, പക്ഷേ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, അവളുടെ കൂടെ നിൽക്കാൻ പറ്റി. അങ്ങനെ അവളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു വിഷമങ്ങൾ കുടുംബത്ത് ഉണ്ടായി. അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തിടണം. ചേട്ടാ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, അതിന് തുടക്കം വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഭവനം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭവനം തുടങ്ങാമെന്ന് നിശ്ചയിച്ച സമയത്ത് അപ്പച്ചൻ മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ അപ്പച്ചില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഡിപ്രഷനിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല, തുടങ്ങാമെന്ന് ബ്രദർ പറഞ്ഞു, നീ തുടങ്ങിക്കോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടിൻ്റെ പണി തുടങ്ങി. 3-ാം മാസം ഞാൻ
എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ 10 രൂപയില്ല, ഒന്നുമില്ല. ഞാൻ എന്ത് കണ്ടാ പണി തുടങ്ങിയത് എനിക്കറിയില്ല. കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടൊന്നും ഒരു വീട് പണി നടക്കില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണോ അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആധാരം കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അന്നും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് തൊട്ട് മുത്തിച്ചു, ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം പറയാത്തതാണ് നല്ലതെന്ന്. അത് വിശ്വസിച്ചു ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ, ഞാൻ തുടങ്ങാൻ പോവാ, നിനക്കറിയാം ഒരു ഇഷ്ടികയുടെ വില പോലും, അതായത് ഒരു ഓളോബ്രിക്സ് കട്ടയുടെ വിലയോ ഒരു സിമെൻറ്റ് ചാക്കിൻ്റെ വിലയോ ഒരു കമ്പിയുടെ വിലയോ ഒന്നും അറിയാത്ത ഞാൻ, എന്തിനെ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് പോലും അറിയാത്ത ഞാൻ വീട് പണി തുടങ്ങി. എനിക്കറിഞ്ഞോടെ എവിടെ നിന്നൊക്കെ എനിക്ക്, അതായത് ഇന്ന ആളോട് പറയും, ആ പണി അവിടെ ഏൽപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഒരുപാട് സഹായങ്ങൾ, പൈസയായിട്ടല്ല, ഇന്ന ആൾക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞു വന്നു. ഞാൻ ഒക്കെ ചോദിച്ചറിഞ്ഞു. ഞാൻ വീട് ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുക്കാണ്ട് ഞാൻ പണിയിപ്പിച്ചു. 6 മാസം കൊണ്ട് എൻ്റെ വീട് പണി കഴിഞ്ഞു. ഈ വരുന്ന 18-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസമാണ്. ഞാൻ അമ്മേനെ ക്ഷണിക്കാൻ വന്നതാണ്. തകർന്നു പോയ എൻ്റെ കൂടാരത്തെ തിരിച്ച് പണിത് തന്ന ആളെൻ്റെ അമ്മ. എനിക്ക് ഉള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ അവസാനം ഇനി വേറൊന്നും എനിക്ക് വെക്കില്ല. എൻ്റെ ഉടമ്പടിയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, എനിക്ക് ഉടമ്പടി വെക്കാനില്ല. പക്ഷെ ഞാൻ അമ്മയോട് ഫസ്റ്റ് വെച്ച ഉടമ്പടി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ, എനിക്ക് മരണം വരെ നിൻ്റെ ഉടമ്പടിയിലാവണം. എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് മരണം വരെ നിൻ്റെ ഉടമ്പടിയിലാവണം. കാരണം എനിക്കും ദൈവത്തിന് മാത്രം, അമ്മയ്ക്ക് മാത്രം അറിയാവുന്നൊരു സത്യമുണ്ട്. എൻ്റെ ഇങ്ങേ സൈഡിൽ കുറേ ഡിപ്രഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു പറയുകയാണെങ്കിൽ ആ സുനാമിക്ക് മുന്നേ കിടക്കണ തിരമാല പോലെ, അല്ലെങ്കിൽ ഉരുൾ പൊട്ടാൻ പോണതിന് മുന്നുള്ള മല പോലെ, ശാന്തമായി കിടക്കണ മല പോലെ കുറേ ഡിപ്രഷനുകൾ ഇപ്പുറത്തുണ്ട്. എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല, എനിക്കൊരു എണയില്ല. ജീവിതകാലം മുള്ളും ഞാൻ ഭാരം വഹിക്കണം. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ ഉള്ളൊരു പേടി, ആ ഡിപ്രഷൻ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനത് യേശുവോട് പറഞ്ഞപ്പോൾ എനിക്ക് വചനം കിട്ടണേ. യേശയുടെ സുവിശേഷം, യേശയുടെ പുസ്തകം 45-ാം അധ്യായം. നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് എന്നവൻ്റെ പേരെന്ന്. അന്ന് മുതൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം എൻ്റെ ഈശോയ്ക്ക് കൊടുത്തു. എൻ്റെ അപ്പൻ്റെ സ്ഥാനം വഹിക്കുന്നത് എൻ്റെ ഈശോയാ. അന്ന് മുതൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, പത്രം മേടിക്കും, ഞാൻ വീടുകളിൽ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുക എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ മോള് ചോദിക്കും, എന്തിനമ്മ ഇത് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയും, നിൻ്റെ അമ്മ എന്ന് നിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പത്രടി കാരണം എന്ന് പറയും ഞാൻ. അങ്ങനെ ഞാൻ പത്രങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ദാരിദ്ര്യത്തിലാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. എനിക്ക് 300 രൂപ തൈക്കൂലി കിട്ടിയാൽ അതിൽ നിന്ന് 100 രൂപ ഞാൻ വേറെ ആൾക്ക് കൊടുത്തിരിക്കും. അത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ വീടിൻ്റെ അടുത്തൊരു എനിക്കറിയണ ഒരു കുട്ടീൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റ് പറ്റി, ആർക്കും അറിയില്ല. ഞാൻ പോയി അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. ഞാനൊരു 2000 രൂപ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് പൈസയായിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ പിറ്റേ ദിവസം 4000 രൂപയായിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ കൊണ്ട് വെച്ച് തന്നു. എനിക്ക് അന്നാണ് മനസ്സിലായ, കൊടുത്ത ദൈവം നമുക്ക് 4 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അന്ന് മുതൽ ഞാൻ സന്തോഷത്തോടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കൊടുക്കും, പക്ഷേ ഞാനത് എൻ്റെ ഒരു ഇതിലായിട്ടാണ് ഞാൻ കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഈശോയുടെ ക്രെഡിറ്റിലായിട്ടാണ് കൊടുക്കണേ. ഞാൻ പറയും, എൻ്റെ അമ്മ മാതാവ് തരാൻ പറഞ്ഞിട്ടാട്ടാണ് ഞാൻ തന്നേ. അപ്പോൾ അവരാരാന്ന് ചോദിക്കും, ഞാൻ അമ്മേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറയും. പിന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് പറയാൻ, കുർബാന. അത് സത്യം പറഞ്ഞാൽ ഞാൻ മൗണ്ടകത്തിൽ നിന്ന് കുർബാന കണ്ടായിരുന്ന ഞാനാണ്. കുട്ടികളെ തന്നത് ചോദിച്ച് മേടിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടി. പക്ഷേ കുട്ടികളുടെ പേര് പറഞ്ഞ് ഞാൻ മൗണ്ടകത്തിൽ നിന്നാണ് ഞാൻ കുർബാന കണ്ടായിരുന്നത്. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പതുക്കെ ഞാൻ പള്ളിയുടെ ഉള്ളിലേക്കാക്കി. പിന്നെ ഞാൻ അച്ഛനെ നോക്കി കുർബാന കാണാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ആൾത്താരയിലുള്ള ക്രൂശിത രൂപം നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലെ ആൾത്താര പണി കഴിഞ്ഞു. ആൾത്താര തുറന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എനിക്ക് പറഞ്ഞറിയിക്കണേലപ്പുറം. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്, ഇടവക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല.
ആ ക്രൂശിത രൂപത്തിൻ്റെ മുകളിൽ നമ്മുടെ പിതാവ് 2 കൈ വിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് കണ്ടതും എനിക്ക് മനസ്സിലായി. എന്നോട് പറയണ എന്നോട് ആരോ ചെവിയിൽ പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. നിനക്ക് വേണ്ടി എൻ്റെ പുത്രനെ വരെ ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ നീ എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ 0 ബാലൻസ് എൻ്റെ അക്കൗണ്ട്. നാളെ സ്വന്തമായിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കറണ്ട് ബില്ല്, കേബിളിൻ്റെ ബില്ല് അങ്ങനെയൊക്കെ അറിയാമല്ലോ, ചിലവുകളുണ്ട്. പക്ഷേ യാതൊരു പേടി എനിക്കില്ല. കാരണം ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ താങ്ങിയ ദൈവം എൻ്റെ മരണം വരെ താങ്ങുന്നുള്ള ധൈര്യമാണ്. ഞാൻ എപ്പോഴും ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹൃദയം ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് കാശ് രൂപം നെഞ്ചിലണിയാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ഞാൻ ഇടയ്ക്ക് കൈവച്ച് നോക്കും, ഇടിക്കണത് പോലും ഞാൻ അറിയണില്ല. ആരോ കൈവെള്ളയുടെ ഉള്ളിൽ സൂക്ഷിച്ച പോലെ. പണ്ടൊക്കെ ഒരു എക്സാമിന് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഇടിക്കുക, അത് പറഞ്ഞറിയിക്കാനപ്പുറം. പക്ഷേ ഇന്ന് എന്തൊരു പ്രതിസന്ധി വന്നാലും ഞാൻ ഹൃദയത്തിൽ കൈവച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് അവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആരോ ഒരു കുഞ്ഞ് കൈവളയിൽ സൂക്ഷിച്ച പോലെ. ഒരു ടെൻഷനും ഞാൻ ഇന്നവരെ അറിഞ്ഞിട്ടില്ല. ഒരു വീട് പണി കഴിയുമ്പോഴത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിശയമാണ്. ഞാൻ ഈ 18-ാം തീയതി കുറ്റീശ്യാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും ചോദിക്കണേ, അതിന് നീ വീട് പണി തുടങ്ങാൻ പോകണമെന്നല്ല പറഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാന്നാണ് ചോദിക്കണേ. 6 മാസത്തിൻ്റെ ഉള്ളിൽ വീട് പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. വീട് പണിക്ക് വന്നവർ തന്നെ എന്നോട് പറഞ്ഞു, വാർക്ക പൊളിക്കാനൊക്കെ വന്നവർ പറഞ്ഞു, ചേച്ചിയൊക്കെ ഭാഗ്യ, ഓരോരുത്തർ വീട് പണിതിട്ടിട്ട് ഇപ്പോഴും പണി കഴിയാത്തവരുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. ചേച്ചിക്കൊക്കെ എന്തോ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പെരുമഴയത്താണ്, അതായത് റെഡ് അലർട്ട് പറഞ്ഞ അന്ന് എൻ്റെ വീടിൻ്റെ മെയിൻ വാർക്ക. പക്ഷേ ആ വാർക്ക കഴിയണ വരെ മഴ പെയ്തില്ല. അതിന് ശേഷം മഴ പെയ്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് ഭയങ്കര അതിശയല്ലേ ചേച്ചി. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ ആ തറക്കല്ലിടുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ വെഞ്ചിരിച്ച കാശ് രൂപം മേടിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ 4 ചുറ്റിലും ആ കാശ് രൂപം മെയിനായിട്ടുള്ള തറക്കല്ലിൽ ഞാൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പണിയുന്ന വീടല്ല, എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി പണിയുന്ന വീടാണ്. ഞാൻ ടെൻഷൻ അടിക്കണ്ട, അത് അവർ വേണ്ട വിധം ചെയ്തോളും. ലാസ്റ്റായപ്പോൾ കാശ് തികയാണ്ടായി വന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയുക, നീ അപ്പം സത്യത്തിൽ ദൈവത്തിലാണ് വിശ്വസിച്ചത്, നിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശിലാണ് വിശ്വസിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ പതുക്കെ ഞാൻ ആ ടെൻഷൻ ഉപേക്ഷിച്ചപ്പോൾ പിന്നെയും കാര്യങ്ങൾ സ്മൂത്തായി നടക്കാൻ തുടങ്ങി. ഈ വരുന്ന 18-ാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാച്ചലാണ്. അത് എന്നെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ തകർന്നു, ഇനി എനിക്കൊരു ജീവിതം മുന്നോട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച നിമിഷം തുടങ്ങി എൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു ഈശോയുണ്ട്. ഒരു മഴയോ വെയിലോ ഒന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. എല്ലാം താങ്ങുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ ഈശോയെ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും കോടാനകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം തിരുവചനം. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ആസ്തി എത്രയുണ്ടെന്ന്. നമ്മുടെ ആധ്യാത്മികമായ ആസ്തിയെക്കുറിച്ച് എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. നിനക്കുള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിലെന്ത് മേന്മയാണുള്ളത്. നമ്മുടെ ഡെപ്പോസിറ്റിനെ കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കേണ്ട, നമുക്ക് റിവിഷൻ നടത്തേണ്ട ഒരു വലിയ അവസ്ഥയാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത്. ഇവിടെ സോനയുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ദൈവം ഇസ്രായേൽക്കാരോട് കൂടെ നടന്ന ഒരു അനുഭവമാണെന്ന് സോന ഇവിടെ വിവരിച്ചത്. നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാകും. എനിക്കിനി യാതൊരു ആഗസ്റ്റ് മാസത്തിൽ ഹസ്ബൻഡ് മരിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ മകൾക്ക് ഇത്ര വലിയ റിക്കവറി ഉണ്ടായി. ഇന്ന് എനിക്ക് എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് ഈ മകൾക്ക് അൾത്താരയിൽ പറയാൻ സാധിക്കുന്നതിൽ ഈശോ നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് പോലെ, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമുക്ക് ക്രിസ്തു രൂപപ്പെടുവാനായി പ്രാർത്ഥിക്കാം. സോനയുടെ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2020 ഞങ്ങൾ UAE അലൈൻ എന്ന ദേശത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 25 തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം 10 വർഷം മുൻപ് ഞാൻ UAE നിന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി ഒരു 2024 മെയ് മാസത്തിൽ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടുകയും ഫോൺ നമ്പർ അന്നേരം ഞങ്ങൾ കൈമാറി. കാരണം 10 വർഷം മുമ്പുള്ള നമ്പർ അല്ലായിരുന്നു ആ ചേച്ചിയുടേത്. പെട്ടെന്ന് ഒരു ദിവസം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് നോർമലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാൽ എന്നോട് പറയാണ്, ഡിനു ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്, നീ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമോ? അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നടക്കുന്ന ഒരിടമാണെന്ന്. ഞാൻ 2023 മുതൽ ഈ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. എല്ലായിടത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഒരു കൃപാസനം എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ വീട്ടിൽ സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കും, പക്ഷേ എനിക്കത്ര വിശ്വാസമോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചേച്ചിയുടെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുകയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരിടമാണ് കൃപാസനം, നമുക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ? ആ നിമിഷം തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ഞങ്ങൾ യൂട്യൂബ് വെച്ച് ഞങ്ങൾ കൃപാസനം സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കൃപാസനത്തിലെ ഉടമ്പടി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയും കണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ ആദ്യം വെച്ചത്. ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുൻപ് പലയിടത്തും CV അയക്കും, പക്ഷേ എങ്ങൊന്നും ഒരു ഫോൺ കോളുകളോ ഒന്നും വരില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ബയോഡേറ്റ അയക്കുമ്പം അവിചാരിതമായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളുകൾ വന്നു തുടങ്ങി. ഹസ്ബൻഡ് പോകും, അറ്റൻഡ് ചെയ്യും, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും, പക്ഷേ റിസൾട്ട് ഒന്നും ഞങ്ങൾക്ക് വരില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ ഞാൻ എന്നും ഈ ഉടമ്പടി സാക്ഷ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് കേൾക്കണത്. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, എൻ്റെ വീട്ടിലൊരു കൃപാസനം പത്രം ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ അത് തുറന്നു നോക്കിയിട്ടില്ല. 2023 വെക്കേഷൻ വന്നപ്പം എനിക്കൊരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിട്ടിയ പത്രമാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു, പക്ഷേ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പത്രം കയ്യിലിരിക്കട്ടെ, ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കയറിക്കോ, അമ്മ ഇതിൻ്റെ മേലെ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഞാൻ പത്രം കൊടുത്തു വിട്ടു. ആ ഇൻ്റർവ്യൂ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിനോട് ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനെ വിട്ടു. അപ്പം ഒരു പോസിറ്റീവ് ഹസ്ബൻഡിന് അതിൽ നിന്ന് മനസ്സിലായി ഈ ജോലി കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മെയിലൊന്നും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എന്താ മെയിൽ വരാത്തതെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അങ്ങനെ ഇരിക്കും ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുടങ്ങി, ഞാനൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോട്ടെ. ഞാൻ ആദ്യമൊക്കെ വിലക്കി, കാരണം നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ, അടുത്ത വർഷം വെക്കേഷൻ, ഇപ്പോൾ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എന്നെ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എനിക്കൊന്ന് പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ 2024 സെപ്റ്റംബർ 23 എൻ്റെ ഹസ്ബൻഡ് ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും ഭൗതികമായിട്ടല്ല, ആത്മീകമായി ഞങ്ങളെ ഏറെ ഉയർത്തിയെന്ന്. പരിശുദ്ധ അമ്മയുടെ മകനോട് ചോദിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ വീണ്ടും ഇൻ്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. പക്ഷേ അന്നേരം ഞങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് ഹസ്ബൻഡിന് മെയിൽ വരികയും ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞവർ. അപ്പോൾ അന്ന് പറഞ്ഞ സാലറി അല്ല, അതിൽ കുറച്ച് സാലറി. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായി, കാരണം ഒന്നിച്ച് നിൽക്കാമല്ലോ, നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം, ഉടമ്പടി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒന്നിച്ചു പാലിക്കാമല്ലോ എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് ദുബായിൽ നിന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരിക. അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് അതും പോയി അറ്റൻഡ് ചെയ്തു. പോകുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അലയിൽ നിന്ന് ദുബായിക്ക് പോകണേ 2 മണിക്കൂർ. ഹസ്ബൻഡ് അത്രയും നേരം ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വീട്ടിലെത്തുന്നതിന് മുൻപേ ഹസ്ബൻഡിന് ഓഫർ ലെറ്ററാണ് വന്നത്. അലൈനിൽ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ശമ്പളത്തോടുകൂടി എൻ്റെ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരവിടെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഹസ്ബൻഡിനെ ഞങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഞങ്ങളുടെ മേൽ ഇടപെടുകയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ആ ജോലി ഓഫർ കിട്ടിയപ്പോൾ എനിക്കപ്പോൾ വിഷമമായി. ദുബായിക്ക് പോയാൽ ആഴ്ചയിലല്ലേ വരാൻ പറ്റുകയുള്ളൂ. അലയിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമ്മുടെ എല്ലാ ആത്മീകപരമായി ഭൗതികപരമായ കാര്യങ്ങളല്ല, ആത്മീകപരമായി ഈശോയോട് കൂടുതലെടുക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് അനേകം പേരെ നേടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫീൽഡുള്ള ജോലി എനിക്ക് കിട്ടിയില്ലേ, ഞാൻ പൊക്കോട്ടെ എന്ന്. അങ്ങനെ ദുബായിൽ പോയി ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പിറ്റേ ദിവസം ജോയിനിങ്ങാണ്. ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് ഓഫാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, ഹസ്ബൻഡിനെ വിടണ്ട, അവിടെ ജോയിൻ ചെയ്യണ്ട എന്ന്.
ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു നാളെ ജോയിൻ ചെയ്യാൻ പോകണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു, നാളെ എനിക്ക് ജോയിനിങ് ആണല്ലോ എന്ന്. ഞാൻ സമ്മതിച്ചില്ല, ജോയിൻ ചെയ്യണ്ട, അമ്മ മാതാവ് നമ്മുടെ മേൽ ഇടപെടും, അലൈനിലെ ജോലിക്ക് തന്നെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അലൈനിലെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡ് അറിയുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് ഹസ്ബൻഡിനെ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഫസ്റ്റ് ഡേ തന്നെ അവർ കുറേ പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു, പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന്. വളരെ വിഷമത്തോടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ദുബായിക്ക് പോയാൽ മതിയായിരുന്നു, ഇത് ഇപ്പം വലിയ പ്രശ്നത്തിലായല്ലോ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇതിൻ്റെ മേൽ ഇടപെടും, അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തരട്ടെ, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന്. അന്ന് ഹസ്ബൻഡ് അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിച്ചു, ഇതൊന്ന് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാമല്ലോ എന്ന്. പക്ഷേ ആരും വന്ന് ഹസ്ബൻഡിനെ സഹായിച്ചില്ല. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി അമ്മ മാതാവ് ഞങ്ങളുടെ മേൽ ഇടപെട്ട. ഹസ്ബൻഡ് പിറ്റേ ദിവസം ആ ജോലിക്ക് പോയില്ല, വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. അമ്മയുടെ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ പിറകെ നടന്ന ഹസ്ബൻഡ് പറയുക, നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കുമോ, ഉടമ്പടി എടുക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ 5:30 എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കും, പക്ഷേ പല ദിവസങ്ങളും എഴുന്നേക്കില്ല. ഹസ്ബൻഡ് പ്രാർത്ഥിച്ചോട്ടെ, അങ്ങനൊരു ചിന്തയാണ്. പക്ഷേ എന്നും ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേൾക്കുകയാണ്, ഭാര്യയുടെ ഉടമ്പടിയിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ ഒരു ഭർത്താവ് നിന്നപ്പോൾ അവിടെ മാതാവ് കൊടുത്തത് അങ്ങനെ ഭർത്താവ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്, നമുക്കിനി അടുത്ത വർഷം പോയത്, ഇപ്പോൾ പോയിട്ട് വന്നേ അല്ലല്ലോ, ഞാൻ അടുത്ത വർഷം ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മുറ്റത്തേക്ക് തുണി വിരിക്കാൻ ഇറങ്ങിയതാ. ഒരിക്കലും അനുഭവിക്കാത്തൊരു സുഗന്ധാഭിഷേകം ഞാൻ അനുഭവിച്ചു അവിടെ. അപ്പോൾ ഹസ്ബൻഡും വീട്ടിലെ ചേച്ചിയുണ്ട്. ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വന്നേ, ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാത്ത ഒരു സുഗന്ധം. പെട്ടെന്ന് എന്നോട് ആരോ പറയുക, നീ പോകണം, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, നീ തടസ്സമായി നിൽക്കരുത്, നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു. നവംബർ മാസം 25 വേറെ 4 ദിവസത്തെ അവധിയെടുത്ത് ഞാനും കുഞ്ഞുമായിട്ട് നവംബർ 25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിൽ നിന്ന് വീണ്ടും ഒരു കോള് വരിക, ഒരു ഇൻ്റർവ്യൂ കോള്. ആ ദിവസം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ഹസ്ബൻഡിന് ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്തതാണ്. എന്നിട്ട് നവംബർ 26 വീണ്ടും അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഫോൺ കോൾ കൂടെ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ വന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓർത്തു, എത്ര പ്രാവശ്യമായി ഇത് അറ്റൻഡ് ചെയ്തിട്ട് എവിടെയും ഒന്നും ഉറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഹസ്ബൻഡിന് വന്നു. അങ്ങനെ നവംബർ 26 ഹസ്ബൻഡ് നവംബർ 27 ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് ഒരുങ്ങി എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം, അമ്മ മാതാവ് ഇടപെടും. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നും എഴുതിയില്ല. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഒരു വട്ടം നമ്മളൊരു കാര്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, നമ്മൾക്കത് ഉടമ്പടി നമ്മൾ വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും. നവംബർ 27 എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനുമായി പോയി. ഉച്ച കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചോദിച്ചു. 2 പേരായിരുന്നു ഇരുന്നത്. ചോദിച്ചിട്ട് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുന്നത്. എന്നിട്ട് അവരൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ. പരിശുദ്ധ ഹസ്ബൻഡ് എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ വൈഫിന് കിട്ടുന്ന അത്രേ സാലറി എനിക്ക് തരണമേന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എന്നെക്കാട്ടിൽ ഒരു തരം കൂടുതലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അമ്മ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമെന്ന്. ഓൺ ദ സ്പോട്ട് ഓഫർ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല. അതുമായിട്ട് ഓഫീസിൻ്റെ താഴെ വന്ന് തുറന്നു നോക്കുമ്പോൾ വെറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലിരുന്ന എൻ്റെ ഹസ്ബൻഡിന്, കരിയർ ഗ്യാപ്പുള്ള എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു സാലറി കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഇവിടെ അമ്മ ഉയർത്തി നിർത്തി. അത് അമ്മ ജീവിതത്തിൽ, അച്ഛൻ പറയുന്ന പോലെ ജീവിതത്തിൽ ഒരു ദുരന്തം പോകുന്നതിന് മുമ്പ് അമ്മ നമ്മളെ ഇവിടെ എത്തിക്കുമെന്ന്. അതൊരു 4 മാസം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യും, എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എന്തിന് ഞങ്ങളെ ഇവിടെ 2 പേരെയും എത്തിച്ചെന്നും എന്നെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്തിനാണെന്നും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. രണ്ടാമതായി, ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ ഒരു ഭൗതിക കാര്യം ഞാൻ എഴുതിയത്. 5 നിയോഗങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി. ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, അമ്മേ മാതാവേ, ഞാൻ ആത്മീകമായി ഒന്നും വളർന്നിട്ടില്ല, എനിക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് അനേകം ആത്മാക്കളെ എനിക്ക് നേടണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊരു നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ 6ാമത്തെ നിയോഗത്തിൽ എഴുതി, എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഹസ്ബൻഡ് എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്. ഒരു സൈക്കിൾ പോലും ചവിട്ടാത്ത
ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എനിക്കറിയാം എന്നാൽ അത് സാധ്യമല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഞാൻ UAEയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. ഡിസംബർ മാസത്തിൽ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടും ഈശോയോടും ഒറ്റ കാര്യം പറഞ്ഞു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ്, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് തന്നാൽ ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയില്ല, വിശുദ്ധ ബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കണം ആ ദേശത്ത്. പിന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി എന്നാലാവുന്നത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം അമ്മ എന്നൊരു വാക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ അവിടെയും അറിയിച്ചു. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് സൺഡേ എനിക്ക് എക്സാമാണ്, ലേണേഴ്സ് ടെസ്റ്റ്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ ദിവസം മുതൽ, അപ്പോൾ അന്നേരം ഇവിടെ 5:30 ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞാൻ എന്നും ഈ ഹോൾ ടിക്കറ്റ് വെച്ച് 5:30 പ്രാർത്ഥനയ്ക്ക് അവിടെ 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. ഞാൻ എന്നിട്ടൊരു ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ടു. പരിശുദ്ധ അമ്മേ ഇന്ന ദിവസം, അപ്പോൾ എൻ്റെ എക്സാം 2:45. ഞാൻ അങ്ങനെ ടൈം എഴുതിയിട്ട് പറഞ്ഞു, അമ്മേ 40 മാർക്ക് വേണമല്ലോ പാസ്സാവാൻ, എനിക്കിതിനകത്ത് ജയിക്കാൻ കഴിയില്ല അമ്മ, എനിക്കൊരു 37 മാർക്ക് മതി ജയിക്കാൻ. 40 മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ പേപ്പർ കൈ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ആ സൺഡേ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി എങ്കിലും ഞങ്ങൾ കറക്റ്റ് 2:35 ആയപ്പം ഞാൻ എക്സാം ഹോളിലെത്തി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചു എന്നോട് എന്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമാണ്. എൻ്റെ ഹോൾ ടിക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് പറയാം, മാഡം നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയല്ലോ, 2:20 നിങ്ങളുടെ എക്സാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന്. ഞാൻ പറഞ്ഞു 2:20. പെട്ടെന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പം അന്നേരമാണ് എൻ്റെ കണ്ണിൽ ആ സമയം കാണിക്കുന്നത്. അതുവരെ ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ച സമയം 2:45. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഇത്രയും ദിവസം ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? താഴെ പോയി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം, ഡേറ്റ് നെക്സ്റ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ജപമാലയിൽ കോർത്ത ഈ കാശുരൂപവും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഇരിപ്പുണ്ട്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ഒരു റൂമിൽ നിന്ന് ഓടി വരികയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് എക്സാം ഹോളിലേക്ക് ഓടുകയാണ്. അവരങ്ങോട്ട് കയറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. തിരിച്ചെന്നെ വിളിക്കുക, നീ വാ എക്സാം എഴുതാനെന്ന്. ഞാൻ പോയി ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്തു. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. കൂടെ ഉള്ളവരെല്ലാം എക്സാം എഴുതിപ്പോയി. ഒരു അറബിക് ലേഡി ആയിരുന്നു ഇൻസ്ട്രക്ടർ. 3-4 വട്ടം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഇവരെന്നെ ചുറ്റിപ്പറ്റി 3-4 വട്ടം എൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് പിന്നെയും ഇവർ വന്നൊരു 4-ാമത്തെ പ്രാവശ്യം ഇവർ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യനെ നോക്കിന്നിട്ട് എനിക്കൊരു ക്ലൂ പോലെ പറഞ്ഞു തരുവാ, നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി എനിക്ക് പറഞ്ഞു തരുവാ. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാനത് ഓൾറെഡി തിരുത്തിയിട്ടിരിക്കുന്നൊരു വ്യക്തി വീണ്ടും അത് തെറ്റാന്ന് പറയുമ്പോൾ എനിക്കത് വായിച്ചിട്ടും മനസ്സിലാവും. അപ്പോൾ അവർ അറബി ഇതിൽ എനിക്കത് തെറ്റാണെന്ന് വീണ്ടും എന്നോട് പറയുക. അപ്പോൾ ഞാൻ മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ ഉത്തരം തിരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ആയി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാം. പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. എൻ്റെ സിസ്റ്റം ഓപ്പണായി വന്നപ്പോൾ ഞാൻ 40 മാർക്ക് അമ്മയോട് ചോദിച്ചത്, 41 മാർക്ക് തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. ആ 1 മാർക്കും അമ്മയായിട്ട് അവിടെ വന്ന് അത് തിരുത്തിയതെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാക്ഷിയാവത്തില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കി. പിന്നെയുള്ള കടമ്പ റോഡ് ടെസ്റ്റാണ്. ഞാൻ അപ്പോഴത്തെ എൻ്റെ ഉടമ്പടിയൊക്കെയും കഴിഞ്ഞു. ഉടമ്പടി 3 മാസത്തെ. പക്ഷേ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു. ഞാൻ 3 വട്ടം UAEയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫെയിലായി. റോഡ് ടെസ്റ്റ് പലവട്ടം നിരാശകൾ വന്നു. എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് തുടങ്ങിയത്, അമ്മയുടെ മകനോടും ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത്, എൻ്റെ കഴിവിൽ ഇതെനിക്ക് കിട്ടത്തില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ഒറ്റ ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല, ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കേൾക്കുമായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി ആരാധനയുടെ മധ്യത്തിൽ ജോസഫ് അച്ഛൻ പറയുക, ഇന്ന് മുതൽ 44 ദിവസത്തേക്ക് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു തരുമെന്ന്. അത് എനിക്കറിയില്ല, എന്നെ കോരിത്തെരിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നോട്ട് പാഡിലെടുത്ത് ഇങ്ങനെ എഴുതി. ഞാൻ ഡേറ്റ് നോക്കി, ഓഗസ്റ്റ് 12 തൊട്ട് എന്നാണ് 44, സെപ്റ്റംബർ 25. ഞാൻ എഴുതി സെപ്റ്റംബർ 25. നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു, അമ്മേ മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നാണ് ഞാൻ എഴുതിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കണേ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ ഞാൻ എഴുതി. ഈ 3 മാസക്കാലം ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വചനം പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസക്കാലം അമ്മ എന്നെ ഒരുക്കി. ഞാൻ ഒരു ദിവസം 3 ബൈബിൾ വാക്യം വെച്ച് ഒരു 80ഓളം വചനങ്ങൾ ഞാൻ ഈ 3 മാസക്കാലയളവിൽ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 19 എനിക്കൊരു ഡേറ്റ് കിട്ടുക. അപ്പം ഞാൻ നോക്കിയപ്പം സെപ്റ്റംബർ 25, 44 ദിവസം ആകാൻ പോകുന്നുള്ളൂ. അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ സെപ്റ്റംബർ 19-ാം തീയതി രാവിലത്തെ നമ്മൾ
നമ്മുടെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് ഇതാണ്: നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് ഞാനത് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചു. അമ്മയും ഈശോയും എനിക്കിത് തന്ന് അനുഗ്രഹിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു വചനം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഈശോ എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 149:4-5. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, എളിയവരെ അവിടുന്ന് വിജയമണിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകൾ ആനന്ദം കൊണ്ട് പാടട്ടെ എന്ന്. സെപ്റ്റംബർ 19 പരിശുദ്ധ അമ്മ വീണ്ടും അമ്മയുടെ മരിയൻ സാന്നിധ്യം അച്ഛൻ്റെ ഉടമ്പടി ബ്രെഡിലൂടെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ടെസ്റ്റിനായി പോയി. തലേ ദിവസം നമുക്കവിടെ സാധാരണ മെസ്സേജ് വരും, നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന സമയമാണ്. എൻ്റെ ടെസ്റ്റ് 19 7:45 AM എനിക്ക് തലേ ദിവസം മെസ്സേജ് വന്നു. ഞാൻ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബസ്സിൽ, ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിനകത്ത് കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഒപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഇതിൻ്റെ മുറ്റത്ത് കാലുകുത്തുവാൻ അമ്മ എന്നെ അനുവദിക്കരുതേ അമ്മേ, അമ്മയ്ക്ക് ഈശോ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ബസ്സിൽ കയറി. ഞാനാണ് ആദ്യത്തെ വ്യക്തി. സാധാരണയായിട്ട് ആദ്യത്തെ നമ്പർ കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ്. ഡ്രൈവിംഗ് സ്കൂളിനകത്തുനിന്ന് ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി മുമ്പ് രജിസ്റ്റർ ചെയ്തവർ കാണും, അവർ പിറകെ വരുമെന്ന്. 7:40 കയറി. ഞാൻ 8:30 ഒരു വ്യക്തികൾ പോലും ആ ബസ്സിനകത്ത് വന്നില്ല. ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പരും. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതെന്താണ് ഇന്നെങ്ങനെ സംഭവിച്ചത്? 3 വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബസ് നിറയുന്നതാണ്. ഇന്നെന്താ ആരും ഇല്ലാത്ത? ഡ്രൈവർക്കും അറിയത്തില്ല എന്താ കാരണമെന്ന്. അങ്ങനെ 8:30 ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നോട് പറയാണ്, മാഡം നിങ്ങൾ പോയി റെസ്റ്റ് റൂമിൽ ഇരുന്നോ, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ലോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 7:40 എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അമ്മ അവിടെയും എന്നെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങാൻ അറിയത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, എന്നെ അവിടെ 1ാമത്തെ നമ്പറാക്കി. എനിക്ക് മാത്രമേ ആ മെസ്സേജ് വന്നിട്ടുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വേറെ ബസ്സുകൾ ലോക്കൽസിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓടുന്ന ബസ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ 9:30 ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇത് അസാധ്യം, എൻ്റെ ദൈവത്തിന് സാധ്യം. ഞാൻ മനുഷ്യരെ അങ്ങ് മാറ്റി അവിടുന്ന്. ഡിനോവിന് ഇത് അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് പോലെ അവിടുത്തെ റൈറ്റ് സൈഡിൽ ഈ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ അതിന്മേൽ ഉപ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പോലീസ് ഓഫീസർ എൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കും, ഞാൻ ഫെയിലാകും. ഇത് ലാസ്റ്റാണ് അമ്മേ, ഇനി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിയറിങ്ങിൽ ഇവർ പിടിക്കാൻ അമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പരിശുദ്ധ അമ്മ പോലീസ് ഓഫീസറിൻ്റെ രൂപത്തിൽ അവിടെ വരികയും ഞാൻ പറയും, ഞാനല്ല വണ്ടി ഓടിച്ചത്, ആ വ്യക്തി, ആ പോലീസ് ഓഫീസർ, ഒരു അറബിക് ലേഡി, അവരെന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന്. അവരെന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ എന്നെ അവിടെയും ഉയർത്തി എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് കഴിഞ്ഞ മാസം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ 2 രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. എമർജൻസി സർജറി പറഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോണ് 1.5 വർഷമായി ഇതുവരെയും ഒരു വേദനയും വരാതെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചു. അതുപോലെ എൻ്റെ ശരീരത്തിൽ അലർജി രോഗം, വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വെള്ളത്തിലിട്ട് എന്നും ഞാൻ കുളിക്കുമായിരുന്നു. മരുന്ന് കൊണ്ടല്ല, എൻ്റെ മരുന്ന് നിർത്തുമ്പോൾ എൻ്റെ ഈ രോഗം വീണ്ടും വരുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു, നാളെ മുതൽ അമ്മ മാതാവ് എനിക്ക് ഈ രോഗം വരുത്തരുത്, ഞാൻ മടുത്തു മരുന്ന് കഴിച്ചെന്ന്. അമ്മ അവിടെയും എന്നെ സഹായിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് ആ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധ അമ്മ തുടച്ചു മാറ്റി. ഇന്നുവരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടുപോയ പത്രം ഞാൻ ഈ ലൈസൻസ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകും. ബസ്സിൽ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, അമ്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന്. അർഹതയുള്ള മക്കൾക്ക് കൊടുക്കും. അവരുടെ ഫോൺ നമ്പർ മേടിക്കും. ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാം ഡെയിലി ബ്രെഡ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ആക്കിയിടും. എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഭക്ഷണവുമായിട്ട് ഞങ്ങൾ പോകും. അമ്മയെ ആഗ്രഹിക്കുന്നവർക്ക്, അത് എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല, അമ്മയെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കൊടുക്കുവാൻ ഞങ്ങൾ അലൈനിലെ റോഡിലിറങ്ങി എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം കൊണ്ടുപോയി വിശന്നിരിക്കുന്നവർക്ക്, റോഡിൽ പണിയുന്ന പാവങ്ങൾക്ക് ഞങ്ങൾ ആ ഭക്ഷണം കൊടുക്കുവാനും പരിശുദ്ധ അമ്മ സഹായിച്ചു. കൂടാതെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു
വരും വരുമാനം. ആദ്യം അത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്നു വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, മരണം വരെ വിശ്വസ്തനായിരുന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ പാലിച്ച് നിത്യതയിലേക്ക് എത്തണം. ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. സങ്കീർത്തനം 65:4 തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. നന്മ കൊണ്ട് സംതൃപ്തരായ ഒരു കുടുംബമാണ് ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. ഡിനു ബേബി അവരുടെ കുഞ്ഞുമകളോടുകൂടി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. അവർക്ക് പറയാനുള്ളത്, ഞങ്ങൾ വളരെ നല്ല ജീവിതം നയിക്കുന്നവരാണ്, പക്ഷേ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് പരിചയത്തിലുള്ള ഒരു ചേച്ചി വന്ന്, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലൂ എന്നുള്ള ഒരു റിക്വസ്റ്റുമായി ഇവരുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ കാണുവാനും ഉടമ്പടി എടുക്കുവാനുമായി ആദ്യം ബേബി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തനിക്ക് ജോലിയില്ലാതിരുന്ന പല പ്രാവശ്യം ട്രൈ ചെയ്തിരുന്ന ബേബിക്ക് ലഭിച്ചത് ഒരു വലിയ ഓഫറാണ്. അതിനുവേണ്ടി മർത്തയും മറിയവും പ്രാർത്ഥിക്കുന്നത് പോലെ ഡിനുവിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നു. ഡിനു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം എന്നുള്ള ഒരു വലിയ ഉത്തരമാണ് അവർക്ക് ഹസ്ബൻഡിന് ലഭിച്ചത്, ബേബിക്ക് ലഭിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയർ മാത്രമായിരുന്ന അദ്ദേഹത്തിന് അബുദാബിയിൽ കൺസ്ട്രക്ഷൻ മാനേജർ പോസ്റ്റായിട്ടൊരു വലിയ നല്ല സാലറിയോടുകൂടി അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നൊരു വലിയ അനുഗ്രഹം നൽകി അദ്ദേഹത്തെ ഉയർത്തി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ ജീവിതഭാരമുള്ള കാര്യങ്ങളായാലും വളരെ സ്നേഹത്തോടെ നമ്മെ പരിചരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഡിനു കണ്ടിന്യൂസായി ദൈവപരിപാലനയുടെ ഒരു വലിയ നിരത്ത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുകയും പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രചോദനം എന്നോണം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധാഭിഷേകം ലഭിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള നിയോഗം ഇവർക്ക് വളരെ പ്രത്യക്ഷമായി നൽകുകയും പിന്നെ ഡിനു ഞങ്ങളെ കാണിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ അതേ രൂപം തന്നെ ഒരു സ്റ്റാച്ചു പോലെ അവർക്ക് തിരിയിൽ വന്ന് കാണിക്കുന്ന ഒരു വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. പിന്നെ ഒരുപാട് അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മേ, അങ്ങ് ആഗ്രഹിക്കാത്തതൊന്നും തന്നെ എനിക്ക് തരരുത്. അതുപോലെ തന്നെ അവർ കാരുണ്യപ്രവർത്തികളായി പൊതിച്ചോറുകൾ കൊണ്ടുപോകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുവാനായി ഞങ്ങൾ മണിക്കൂറുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ഭക്ഷണം മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്കായി കൊടുത്തത്. അതെല്ലാം ക്ഷമയോടുകൂടി ആ ക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു വലിയ വരവും അനുഗ്രഹവും കൃപയും അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഓരോ കുടുംബത്തിനും ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജപമാല റാലിക്കായി നാം വളരെയധികം പ്രാർത്ഥിച്ച് ദാഹിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല കാലാവസ്ഥയും നല്ല അനുഭവവും ലഭിച്ച് ഒരുപാട് മക്കൾ, ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നവർ പോലും ഈ ജപമാല റാലിയിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി, അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഡിനുവിനും ബേബിക്കും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് സൽമ മറിയം. ഞാൻ തിരുനെല്ലൂർ സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഇതെൻ്റെ മോൻ ഫാബിയോ. ഇവന് കിട്ടിയ ഒരു രോഗാവസ്ഥയിൽ നിന്നുള്ള ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 29/11/2022 ഞാൻ എൻ്റെ ഫാമിലിയോടുകൂടി ഞങ്ങൾ ഇറ്റലിയിലെ റോമിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ മോന് 2022 4 വയസ്സായ സമയത്ത് 4 വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയോ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുകയോ ഇവൻ്റെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ആദ്യമൊന്നും എനിക്കിത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് സമയത്തേക്കാണ് ജോലിക്ക് പോയിരുന്നത്. ആ സമയത്ത് ഇവനെ നോക്കുവാനായിട്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. ആ സമയത്ത് ഇവൻ ഏത് സമയത്തും മൊബൈലിലായിരുന്നു, അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ നോർമലായിട്ട് വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ്. പിന്നീട് ഇവന് ഒരു 4 വയസ്സാകുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇവൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞു
ഇവനെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിടുകയും അസസ്മെൻറ്റ് കഴിയുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ പോയി ഇവനെ ഒരു തെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവന് ലാംഗ്വേജ് കൺഫ്യൂഷൻ വളരെയധികമുണ്ട്. ഇവൻ മിങ്കിൾ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഇവിടെ ഇറ്റാലിയൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയാണ് സ്കൂളിലും ഡേ കെയറിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒന്നും തോന്നിയില്ല. വളരെ ഒരു പനി വന്നാൽ ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാനത് മുഴുവൻ കേട്ടത്. ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അതിനുശേഷം എനിക്കൊരു മൂത്ത മകളുണ്ട്. മകളെയും ഇവനെയുമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയും എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഇവനെ വീണ്ടും ഒരു അസസ്മെൻറ്റിന് കൊണ്ടുപോയി. അവിടെ ചെന്ന് അസസ്മെൻറ്റ് എടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ അവസ്ഥ എന്താണെന്നും അതിൻ്റെ രൂക്ഷാവസ്ഥ എന്താണെന്നും എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കൊരു ആങ്ങളെയാണുള്ളത്. ആൾക്കിപ്പോൾ 44 വയസ്സാവുന്നു. ആൾ ഒരു ഓട്ടിസ്റ്റിക്കാണ്. എൻ്റെ മകനും അതേ അവസ്ഥയാണെന്നുള്ളത് ഞാൻ അവിടെ വെച്ചാണ് റിയലൈസ് ചെയ്തത്. അതിനുശേഷം വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് അതായത് ഞാൻ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പാരൻസ് പറഞ്ഞിരുന്നു ഇവിടെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാൻ ചേർത്തലയിൽ തിരുനെല്ലൂരായിരുന്നെങ്കിലും എൻ്റെ കല്യാണശേഷം അധികം ഞാനിവിടെ നിന്നിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് ഈ പള്ളിയെ പറ്റിയോ ഇവിടുത്തെ മാതാവിനെ പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഇതെൻ്റെ പപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ജീവിക്കുന്നത് റോമിൻ്റെ നടുക്കാണ്, ഒരു 20 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് വത്തിക്കാനിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഇല്ലാത്തൊരു മാതാവിൻ്റെ എന്ത് പ്രത്യേകതയാണ് അവിടെയുള്ളത്, ഇവിടെ മാതാവുണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാനത് കാര്യമാക്കിയില്ല. യൂട്യൂബിൽ കയറി എന്നാൽ കൃപാസന മാതാവിനെ പറ്റി ഒന്നും ഞാൻ സെർച്ച് ചെയ്തില്ല. ആ ഒരു സമയത്ത് എനിക്കതൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഞാൻ തിരിച്ചിവനെയും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇവന് ആ സമയത്ത് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു തെറാപ്പി സെൻറ്ററിൽ ഇവനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇവൻ മൈൽഡ് ഓട്ടിസ്റ്റിക്കാണ്, കുഞ്ഞിനെ നന്നായി കെയർ ചെയ്യണം. അപ്പം ജനറ്റിക് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ ബ്രദർ ഓട്ടിസ്റ്റിക്കാണ്, അപ്പോൾ ഇത് 95% ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇവൻ മിംഗ്ലിംഗ് ഒക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതായത് 4 വയസ്സിലൊരു കുഞ്ഞ് പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങളും ഇവൻ പറയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അതിനുശേഷം ഇവരെ ഉടമ്പടി എടുക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണ സമയത്ത് ഇവനിവിടെ കിടന്ന് കൂവായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ അവിടെ ഇരുന്നത്. ആ ക്ലാസ് ഒന്നും ഞാൻ കേട്ടില്ല. ഇതൊന്ന് തീർന്ന് എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഒരു അവസ്ഥ. ഇവൻ കാറുകയും ബഹളം വയ്ക്കുകയും, അപ്പോൾ ഇവനെ ഓൾറെഡി തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇവന് 90% ഒരു ഡയറ്റിലൂടെ ഇവൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് അരി ആഹാരം മാത്രമേ ഇവന് കൊടുക്കാൻ പറ്റുള്ളൂ. ചോക്ലേറ്റ്സോ നമ്മളുടെ മറ്റൊരു ഫുഡും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇതുപോലൊരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് ഒരു ജ്യൂസോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളൊരു ബിസ്ക്കറ്റ് കഴിച്ചാൽ പോലും എൻ്റെ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇവനെ നമ്മുടെ അരി കൊണ്ടുണ്ടാക്കണ മുറുക്ക് അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കണ ദോശ, 6 മാസം ദോശ മാത്രം 3 നേരം കഴിച്ചാണ് എൻ്റെ കൊച്ച് ഈ നാട്ടിൽ വന്ന് ജീവിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ചിവിടുന്ന് പോയി. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം. എനിക്ക് ആ ഉടമ്പടി 90 ദിവസം എന്നത് മാത്രമായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത്. പക്ഷേ ആ 90 ദിവസവും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണമായിട്ടും പാലിച്ചു എന്നുള്ളതാണ്. എൻ്റെ മോനെയും കൊണ്ട് 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ കാണുന്നവർക്കെല്ലാം കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും പറയുമായിരുന്നു. അതുപോലെ ഇവന് തെറാപ്പി ചെയ്തിരുന്ന സെൻറ്ററിൽ ഞാൻ എല്ലാവരോടും ചെന്ന് പറയും, എൻ്റെ മകനെ ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളും പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോഴിവരൊരു മാറ്റം എനിക്ക് അന്നൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ എന്ന മാതാവിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയോ അതിനുശേഷം ഏകദേശം 1.5 ആഴ്ച എന്ന് പറയാം, ഇവൻ നന്മ നിറഞ്ഞ മറിയമേ ആദ്യമായിട്ട് എന്നെ ചൊല്ലിക്കേൾപ്പിച്ചു. അന്ന് വരെ അമ്മ, വെള്ളം, പോകാം എന്നൊക്കെ മാത്രം പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞ് ആദ്യമായി അത്രയും കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അതിനുശേഷം ശാലൻ ടിവിയിൽ കുർബാന വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് അവിടെ പോയി നിന്ന് കൂടും. അങ്ങനെ അത്യാവശ്യം മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാക്കി
മനസ്സിലാവാൻ തുടങ്ങി. കൃപാസന മാതാവ് എന്തോ ഒരു പ്രത്യേകത ഉള്ളതാണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. എവിടെ പോകുമ്പോഴും ഞാൻ തൈലം തേച്ച് കൊടുക്കുമായിരുന്നു, അതുപോലെ തേൻ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ അതിന് മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെയാണ് അവനെ ഞാൻ തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 8 മാസം തെറാപ്പിക്ക് പോയി. എപ്പോഴത്തേക്കും തെറാപ്പി സെൻറ്ററിൽ അവർ തന്നെ പറഞ്ഞു, ഇനി ഒരു ഫോളോ അപ്പിന് നിങ്ങൾ വന്നാൽ മതി, ഇവനെ റെഗുലറായിട്ട് തെറാപ്പിക്ക് കൊണ്ടുവരണ്ട, കാരണം ഇവന് പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഏകദേശം ആ സമയമായപ്പോഴേക്കും ഇവൻ അത്യാവശ്യം വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. അതായത് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അത്യാവശ്യം ആൻസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവനെ എൻ്റെ വീടിനടുത്തുള്ള LKG സെൻറ്ററിൽ കൊണ്ട് ചേർക്കുകയും അവിടെ KG സെക്ഷനിൽ പോകാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സ്കൂളിൽ പോയ സമയത്ത് ആദ്യമൊന്നും ഇവൻ ആരോടും മിങ്കിൾ ചെയ്യില്ലായിരുന്നു, ഒറ്റയ്ക്കിരുന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പതിയെ അവനൊരു കൂട്ടുകാരനായി, പിന്നെ കൂട്ടുകാരായി. പിന്നെ അങ്ങനെ സ്കൂളിൽ അവൻ്റെ ടീച്ചർ വിദ്യ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ഈ സമയത്ത് ടീച്ചർക്ക് ഒത്തിരി നന്ദി പറയുന്നു, കാരണം ടീച്ചറിനെ അവൻ വിദ്യ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവൻ്റെ ട്യൂഷൻ ടീച്ചറും ഇപ്പോഴും ആ ടീച്ചർ തന്നെയാണ്. ഒരുപാട് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവനെ. അപ്പോൾ ഇവൻ അവിടെ പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനൊക്കെ തുടങ്ങുമായിരുന്നു. പിന്നീട് തെറാപ്പി ഞങ്ങൾ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്തു. ഇവനെ അസസ്മെൻറ്റ് ചെയ്തിരുന്നത് പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. ഒരു മെഡിക്കേഷനും ഞങ്ങൾ ഇവന് കൊടുത്തിട്ടില്ല, ഓൺലി തെറാപ്പിയാണ്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇവന് ഡയറ്റ് ഇനി ആവശ്യമില്ല, ഡയറ്റ് ഇനി ഒന്നും നോക്കണ്ട, എന്ത് ഫുഡ് അവൻ ആവശ്യപ്പെട്ടാലും നിങ്ങൾ അവന് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറ്റും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നിർത്തി. അതിനുശേഷം ഇവനെ ഞങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് ചേർത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ KG സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആയമാരുണ്ടാവും, അല്ലെങ്കിൽ നന്നായി കെയർ ചെയ്യുന്നവരായിരിക്കും, കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്കൂളെന്ന് പറയുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവനവിടെ പോയാൽ പഠിക്കാൻ പറ്റുമോ, ഇവൻ മറ്റുള്ളവരോട് മിണ്ടുവോ, എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവൻ സ്കൂളിൽ ചെന്നു, പഠിപ്പിച്ചു. ഇവന് കിട്ടിയ ക്ലാസ് ടീച്ചറും വളരെ നല്ലൊരു ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവൻ്റെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം മിങ്കിൾ ചെയ്യാനും കൂട്ടുകാരോട് അതായത് എത്ര കൂട്ടുകാരുണ്ടോ അത്ര പേരുടെ പേരും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനും. ഇപ്പോൾ 7 വയസ്സായ ആൾക്ക് 7 വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന അത്രയും അല്ലെങ്കിലും മാക്സിമം അവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവന് വന്ന സ്കൂളിലെ മാർക്സ് എല്ലാം, എക്സാം മാർക്സ് എല്ലാം എബോവ് 85-90% മാർക്കുണ്ട്. ഏറ്റവും നന്നായി എൻ്റെ മോള് വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഇപ്പോൾ വായിക്കും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പള്ളിയിൽ അടങ്ങിയിരിക്കില്ല. ഇടയ്ക്ക് എന്നോട് വർത്താനം പറയും, എൻ്റെ മുടിയിൽ എപ്പോഴും പിടിച്ച് വലിക്കും, എന്നെ ഇറിറ്റേറ്റ് ചെയ്യും, പുറകെ നിൽക്കുന്നവരെ നോക്കും, പള്ളിയിൽ കിടന്ന് ഓടും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവനുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ 1ാം ക്ലാസ്സിലെ കാറ്റഗറിസത്തിൽ ഞാൻ ഇരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇവനെ പള്ളിയിലൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി ഇരുത്തും എന്നുള്ള രീതിയിൽ. അതായത് ഇവന് തെറാപ്പി നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാറില്ലായിരുന്നു, എനിക്ക് ഇവനെ കുർബാന കാണാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ഞാനിവൻ നിന്ന സമയത്ത് ഞാൻ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുക. അതായത് ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ 1ാം ക്ലാസ്സിലാണ് കാറ്റഗറിസത്തിന് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പള്ളിയിൽ ഇവൻ നിൽക്കുന്ന ഭാഗത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവന് വലിയ ഒച്ചകളൊന്നും ഇവന് ഇഷ്ടമില്ല, അവൻ ചെവി രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ടീച്ചറോട് പറഞ്ഞു, എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയിട്ട് കാറ്റഗറിസത്തിന് ഞാൻ കൊണ്ടിരുത്തിക്കൊള്ളാമെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇവൻ എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയ ഒരു ദിവസം ഇവൻ നേർച്ച ഇടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ടീച്ചറിൻ്റെ കയ്യിലാണ് നേർച്ച പൈസ കൊടുക്കേണ്ടത്, സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടി എന്നോട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ആകെ ഒരു കുർബാനയാണ് ഞാൻ കൂടുന്നത്, ഞായറാഴ്ച മാത്രമാണ് ഞാൻ ഈ പള്ളിയിൽ വരുന്നത്, അതും നീ കൂടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഇത്രയും ഞാൻ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആ നേർച്ച പൈസ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്തു, ഇനി എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവൻ ആ നേർച്ച പൈസയുമായിട്ട് നേരെ കാറ്റഗറിസം ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. പിന്നെ ഇവൻ തിരിച്ചു വന്നില്ല. ആ മുഴുവൻ കുർബാനയും ആ ബോക്സിൻ്റെ അടുത്ത് അൾത്താരയുടെ മുന്നിൽ നിന്ന് ഇവൻ ആ കുർബാന കൂടി. പിറ്റേ ആഴ്ചയും ഇതുപോലെ. അന്ന് എനിക്ക് വളരെ സന്തോഷം വന്നു, മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോഴും ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് മുന്നിൽ തന്നെ പോയി നിന്ന് കുർബാന കൂടിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ വരണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുർബാന മുഴുവൻ കൂടുകയും അതിനുശേഷം അവൻ കാറ്റഗറിസത്തിന് പോവുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ പുറകെയാണ് പള്ളിയിൽ വന്നത്. ഇവൻ്റെ ചേച്ചിയോടൊപ്പം ചേട്ടൻ്റെ ഒപ്പം തന്നെ നേരത്തെ പള്ളിയിൽ പോവുകയും കുർബാന മുഴുവൻ നടന്നു കൂടുകയും അത് കഴിഞ്ഞ് കാറ്റഗറിസം കൂടുകയും ചെയ്തു. എൻ്റെ മാതാവ് ഞാൻ ആഗ്രഹിച്ചാൽ അപ്പുറം കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നു. ഇതിന് അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്,
പറയാനുള്ളത്, എന്നെ ഒരുപാട് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എന്നെ സ്വാധീനിച്ചൊരു വചനം എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 2018 വരെ, 2018 എൻ്റെ കുഞ്ഞ് ജനിച്ചത്. 2018 മുതൽ 22 വരെ ഞാൻ അപൂർവമായിട്ടാണ് എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിരുന്നത്. കാരണം ഒരു യൂറോപ്യൻ ലൈഫിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് മുഴുവനും. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകും, തിരിച്ചു വരും, ബാക്കി സമയത്ത് കുഞ്ഞുങ്ങളെ പാർക്കിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. ഇവർക്ക് ആവശ്യമായ ലൗകികമായ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അമ്മയാണ്. പക്ഷേ കോവിഡിൻ്റെ സമയത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യമായി ഞാൻ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചതും പ്രാർത്ഥിച്ചതും. ഒരു പക്ഷേ രോഗം വരുമെന്നുള്ള ഭീതി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അതെന്തെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥന മൂലം ഞാൻ നശിച്ചു പോയില്ല. ഒരു സഹനത്തിലൂടെ ഈശോ എന്നെ വീണ്ടും ഈശോയിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെട്ടു, സ്കൂളിൽ പോയി. അതിൻ്റെ സമാധാനത്തിൽ നിൽക്കുമ്പോഴും വേറെ ഒരു വലിയ മാനസിക പ്രശ്നം എന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2025 വരെ. പക്ഷേ ഞാൻ അതെൻ്റെ സഹനമായി ഏറ്റെടുത്ത് എൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ച് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഈശോയുടെ മുന്നിൽ കൊടുത്തു. മറ്റുള്ളവരോട് പരാതി പറയുന്നത് നിർത്തി. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എന്തായിക്കൊള്ളട്ടെ, ഞാൻ എന്നെ തന്നെ വളരെയധികം എളിമപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി. ആഡംബരമായ വില കൂടിയ ഡ്രസ്സും ഒരുപാട് സ്വർണവും അണിഞ്ഞാണ് ഞാൻ എപ്പോഴും പുറത്തു പോയിക്കൊണ്ടിരുന്നത്. എന്നെ തന്നെ എളിമപ്പെടുത്താൻ ഞാൻ എന്ന് തീരുമാനിച്ചോ അന്ന് എൻ്റെ കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. അത് എനിക്ക് തിരിച്ചു കിട്ടി എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഈശോ എനിക്ക് തന്ന രണ്ടാമത്തെ സഹനമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ഇന്നലെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഇനിയും ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ ഞാൻ പതറില്ല. എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും മകളായി എൻ്റെ മക്കളെ മരണം വരെ വിശുദ്ധിയിൽ വളർത്താനായിട്ട് എന്നെ അമ്മ മാതാവ് സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ തവണ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ എഴുതിയ ഒരൊറ്റ കാര്യം, എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് എന്നെ വഴിതെളിക്കണമെന്നാണ്. ബാക്കി 5 നിയോഗങ്ങളും ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് വെച്ചേക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിക്ക്, അത് ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്, അവർക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചു തന്നതിന് അമ്മ മാതാവിനോട് അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം, ഏതെങ്കിലും ഒരു സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും എനിക്ക് മടിയില്ല. അതിനൊക്കെ എൻ്റെ മാതാവ് ഒരുക്കി തന്നതിന് ഈ നിമിഷം ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് മെൻ്റലി ഇതായിട്ട് മേലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോരുമില്ലാത്ത അനാഥാലയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് ആവശ്യം എന്താണെന്നറിഞ്ഞ് അവരെ സഹായിക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വഴിയിൽ കാണുന്ന ആരാണെങ്കിലും എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആരെ കണ്ടാലും എനിക്ക് എൻ്റെ പപ്പയാണ് ഓർമ്മ വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ വലിയ പൈസയൊന്നും കയ്യിൽ കാണില്ല എങ്കിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അതാണ്. പിന്നീട് പത്രം ഞാൻ കൊടുക്കുന്നത് വലിച്ചു വാരി ആർക്കും കൊടുത്ത് ആരുടെ അടിച്ചേൽപ്പിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ ആൾക്കത് വേണം എന്നെനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുകയുള്ളൂ. ഞാൻ വിഷമിക്കുന്നൊരു കാര്യമല്ല, അത് ആവശ്യമുള്ളവരുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് മാത്രമാണ് ഞാൻ ശ്രദ്ധ വയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം, എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ തൈലം നെറ്റിയിൽ തൂക്കാതെയും തേൻ കഴിക്കാതെയും ഈ നിമിഷം വരെയും ഒരു സ്കൂളിൽ പോയിട്ടില്ല. കൃപാസനത്തിൻ്റെ പത്രം അവരുടെ ബാഗുകളിൽ വെച്ചിട്ടുണ്ട്. കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ സ്റ്റിക്കർ അവിടെ ബാഗുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ റെഡിയായതിനു ശേഷം എത്ര സമയമുണ്ടെങ്കിലും അവൻ പറയുന്നത്, അമ്മ ആദ്യം കുരിശ് വരയ്ക്കുക. കാരണം അവൻ്റെ സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അവന് പോകാൻ പെട്ടെന്ന് അവൻ ഓടിപ്പോകും. അപ്പോൾ എന്നോട് പറയും, ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും പറയും, അവൾ പിന്നെ പ്രാർത്ഥിച്ചോട്ടെ, എന്നെ അമ്മ കുരിശ് വരപ്പിക്കുക എന്ന് പറയും. അങ്ങനെ ആണ് അവൻ എപ്പോഴും സ്കൂളിൽ പോകാറുള്ളത്. എവിടെ പോയാലും അവൻ ആ നെറ്റിയിൽ തൈലം തൂക്കാതെ പോവില്ല. അവൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്, അവനത് ഊരാറില്ല. കുളിച്ചിട്ട് ഊരിയിട്ട് ആ ഒരു സമയത്ത് മാത്രമാണ് അവനത് ഊരിക്കളയാറുള്ളത്. അവന് അത്രമേൽ മാതാവിൽ അവന് വിശ്വാസമാണ്. അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനോട് ഞാൻ എൻ്റെ സഹനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുവല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു സമയത്ത് എൻ്റെ വീട്ടിൽ തിരിയിൽ മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ആങ്ങള ഓട്ടിസ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, എനിക്ക് പറയാൻ ആരുമില്ല, എൻ്റെ കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ ആരുമില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും എല്ലാം ഒന്നും നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ തിരിയുടെ രൂപത്തിൽ വന്ന അമ്മയുടെ മുന്നിലാണ് ഞാൻ ഇന്ന് എൻ്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കുന്നത്. ഈ ദിവസം ഇന്ന് രാവിലെ പോന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോന്നു, ഞാൻ നന്ദി പറയാനായി പോവുകയാണ്, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും എനിക്കും സ്തുതി. ജെറമിയ 17:14 കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. സൽമ മറിയം എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് ലഭിച്ച ഓട്ടിസം എന്ന ഏറെ ക്ലേശമുള്ള ഒരു രോഗജീവിതാവസ്ഥയിൽ നിന്നും കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തെ, സംരക്ഷണത്തെ നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ കുഞ്ഞിന് ആദ്യം ഈ രോഗക്ലേശങ്ങളുള്ളത് മനസ്സിലാവാതെ പോകുന്നു. പിന്നീട് ഇത് അറിയുമ്പോൾ ഓൾറെഡി കുടുംബത്തിൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് അതേറെ ഗൗരവമുള്ള വിഷയമായി മാറുന്നു. എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ മകനെ ചേർത്ത് പിടിച്ച് അമ്മ നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ അത്ഭുതകരമായി ആ കുഞ്ഞിന് ലഭിക്കുന്ന സമയച്ചുരുക്കത്തിലുള്ള രോഗസൗഖ്യത്തെയും സാധാരണ ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയെയുമാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ശരിക്കും ഈ കുടുംബത്തിൽ ഈ മകനുള്ള സംരക്ഷണമായി തീരുന്നത് അപ്പൂപ്പനാണ്, സൽമയുടെ അപ്പൻ. ചേട്ടനാണ് ശരിക്കും സൽമയോട് പറയുന്നത്, ഇവിടെ ആലപ്പുഴയിൽ കൃപാസനമുണ്ട്, അമ്മയുടെ അരികിൽ പോയി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയെന്ന്. സൽമ കൊടുത്ത മറുപടി നമ്മൾ കേട്ടു. വത്തിക്കാനില്ലാത്ത മാതാവാണോ കൃപാസനത്തിലുള്ളതെന്നാണ് ചോദിച്ചത്. ഇറ്റലി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇറ്റലിയിലില്ലാത്ത ഏത് മാതാവ്, അതിൽ ശക്തിയുള്ള മാതാവ് അതാണോ കൃപാസനത്തിലുള്ളതെന്നാണ് ശരിക്കും സൽമ ആദ്യം ചോദിച്ചത്. കാരണം അത് വിശ്വാസക്കുറവിൻ്റെ ചോദ്യമാണ്, അല്പം കളിയാക്കുന്ന ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വിശുദ്ധരുടെയും എല്ലാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മോണിമെൻറ്റ്സും ഉള്ള ഇവിടെ ഞാൻ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രത്യേക മാതാവിനിക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യമുണ്ടോ എന്ന സംശയത്തിൻ്റെ ചോദ്യവുമാണ്. എന്നാൽ നമുക്കറിയാം, എല്ലാ കാലത്തും ചില ഇടങ്ങളെ ദൈവം പ്രത്യേകമാവിധം കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അത് ലൂർദാവട്ടെ, ഫാത്തിമയാവട്ടെ, വേളാങ്കണ്ണി ആവട്ടെ, മെജുഗരി ആവട്ടെ, ഓരോ ഇടത്തെയും നമ്മൾ നോക്കിയാൽ മതി. അതിന് ആ ദൈവം തിരഞ്ഞെടുത്ത് ഇപ്പം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്നതിന് മുമ്പുള്ള ആ ദേശത്ത് നോക്കിയാൽ അതൊരു കാടും മേടുമായിരിക്കും, ആരും അറിയാത്ത ചെറിയൊരു ഗ്രാമമായിരിക്കും. എന്നാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെയും നിരന്തരം കൊടുക്കുന്ന അടയാളങ്ങളിലൂടെയുമാണ് ആ ഇടം പിന്നീട് വളരുന്നതും മാറുന്നതും. കൃപാസനം അതുപോലെ തന്നെ ആരും അറിയാതെ ഈ ലോക്കലായി മാത്രം അറിയുന്ന ഒരു ചെറിയ പ്രദേശം തന്നെയാണ്. എന്നാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ മരിയ ഭക്തരുടെ സംഗമം നടക്കുന്നിടം കൃപാസനം തന്നെയാണ്. മറ്റൊരിടവും ഇതുപോലെ നമുക്ക് കണ്ടെത്താനാവില്ല, കണ്ടെത്താനില്ല എന്ന് ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഓരോരുത്തരും ഓരോ ദേശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. കാരണം നമ്മൾ 2025 ഈ ഒക്ടോബർ 25 ചെയ്ത അഖണ്ഡ ജപമാല റാലിയിൽ പോലീസുകാർ പറയുന്നത് 5.5 ലക്ഷത്തോളം പേർ പങ്കുചേർന്നതാണ്. മീഡിയാസ് അത് 6, 8, 10 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ നിന്ന് തിരിച്ചു പറയുന്ന സംസാരം എങ്ങും വത്തിക്കാനിലോ ലൂർദിലോ വേളാങ്കണ്ണിയിലോ ഒന്നും ഇതുപോലെ ഒരു ദിവസം ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ ദേശങ്ങളിൽ നിന്നും വന്നെത്തിക്കൊണ്ട് ജപമാല നിരന്തരം കരങ്ങളിലേന്തി ഇത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കുന്നൊരു തീർത്ഥാടനം ലോകത്തിൽ മറ്റൊരിടത്തില്ല എന്ന് തന്നെയാണ്. അതാണ് കൃപാസനം ഇന്ന് ലോകവിശ്വാസ ജീവിത ഭൂപടത്തിൽ നേടിയെടുത്തിരിക്കുന്ന സ്ഥാനം. ഇതാരും ആരെയും കൂട്ടിക്കൊണ്ട് വരുന്നതല്ല. ഉടമ്പടി എടുത്ത മക്കൾ, ഉടമ്പടി ലഭിക്കുന്ന ദൈവാനുഭവങ്ങൾ അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ മക്കളായി ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് ലോകത്തിന് സമാധാനവും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാകുമെന്ന ബോധ്യത്തിലാണ് ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയവുമായി അമ്മ മാതാവിൻ്റെ ഈ തീർത്ഥാടനത്തിലേക്ക് ജനസാഗരം ഇങ്ങനെ ഒഴുകി വരുന്നത്. പ്രിയമുള്ളവരെ, വന്നവർ പ്രാർത്ഥനയോടുകൂടി പങ്കുചേർന്നവരാണ്.
വ്യക്തിപരമായ ചില ക്ലേശങ്ങൾ, വാഹന സൗകര്യത്തിൻ്റെ, കുറച്ചധികം നടന്നതിൻ്റെ ഒക്കെ ക്ലേശങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായി കാണുമായിരിക്കും. ആർക്കും പരാതിയില്ല, ആരോടും പരാതിയില്ല. എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മയുടെ പാതാരബന്ധത്തിൽ കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് ശാന്തതയോടെ, സ്നേഹത്തോടെ മടങ്ങുകയാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം നൽകിയ അടയാളമാണ്. അത് കേരളത്തിലാണോ, ആലപ്പുഴയിലാണോ, കലവൂരാണോ എന്നതിലല്ല. അമ്മ മാതാവ് ലോകത്തിന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് തിരുക്കുമാരനെ കൂടെ നിർത്തിക്കൊണ്ട് അനുനിമിഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ആയിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കുന്നു. വലിയൊരു സൈന്യത്തെ, ലോകശക്തിക്കെതിരായി ദൈവശക്തിയുടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൃപാസനം ചെറിയ ഇടമായിട്ടല്ല, ദൈവമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും ദൈവിക ഇടപെടലുമുള്ള ഇടമായി തന്നെയാണ് ഇന്ന് ഇതിൽ വിശ്വസിക്കാത്തവർ പോലും കണ്ടറിഞ്ഞ് സ്നേഹത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃപാസനം അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ വേണ്ടി ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഇടമാണ്. മറ്റൊന്ന്, കുഞ്ഞിൻ്റെ രോഗാവസ്ഥ. ഈ അൾത്താരയിൽ നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട്. ഓട്ടിസം ബാധിച്ച മക്കൾ, അതുപോലെ തന്നെ സൊറിയാസിസ് ബാധിച്ച മക്കൾ. അത് അച്ഛൻ്റെ അരികിൽ വന്ന് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടു കൂടി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അധികം മരുന്നൊന്നും ഇതിനില്ല എന്ന് നമുക്കറിയാം. കുറച്ച് തെറാപ്പികൾ ഒരല്പമൊന്ന് നോർമലാക്കി എടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങളിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, അമ്മ മാതാവിൻ്റെ കാശുരൂപം ധരിപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കുടമപ്പെടുത്തി അമ്മയുടെ കരങ്ങളിൽ ഈശോ തിരുക്കുമാരൻ എങ്ങനെയാണോ ഉണ്ണി വളർന്നു വരികയും ശാന്തതയോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തത്, അതുപോലെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിൽ നിർത്തുവാൻ പറ്റുന്ന കൃപ തരണമേ എന്നുള്ള കണ്ണീരുള്ള പ്രാർത്ഥന, പൂർണ്ണമായി ശരണപ്പെട്ടുള്ള വിശ്വാസം, അതിന് അമ്മ മാതാവ് ഈശോയിൽ നൽകുന്ന സംരക്ഷണമാണ്. ഓരോ കുഞ്ഞുങ്ങളും ഓട്ടിസത്തിൽ നിന്ന് സൗഖ്യപ്പെടുന്നുവെന്ന്, സൊറിയാസിസിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യപ്പെടുന്നുവെന്ന്, ഗുരുതര ജീവിത രോഗാവസ്ഥകളിൽ നിന്ന് സൗഖ്യപ്പെടുന്നുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലോകത്തോട് പറയുന്നത്, ദൈവശക്തി, സൗഖ്യപ്പെടുത്തുന്ന ദൈവശക്തി ഇന്നും ഈ ആലയത്തിൽ, ലോകത്തിൽ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ പ്രവർത്തിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ മകൾക്ക് ലഭിച്ച വിശ്വാസബോധ്യത്തിന്, കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തിന്, ഈ നാളുകളിൽ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ അനേകർക്ക് ചെയ്യുവാൻ പറ്റുന്ന നന്മകൾക്ക്, അതൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം, അമ്മ മാതാവിന് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവമാതാവിനും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായം ലഭിച്ചതിന് കർത്താവ് യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഗോകുല കൃഷ്ണൻ. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. ഞാൻ 4 വർഷത്തിന് മുന്നേ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻഷ്യൽ മാത്താണ് പഠിക്കുന്നത്. അപ്പം 2021 ജാനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്നിട്ട് 6 കാര്യങ്ങൾ വെച്ചതിന് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജർമ്മനി പോകണം, അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ 2021 തന്നെ ജർമ്മനി പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജർമ്മനി തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത്. കാര്യം ജർമ്മനി പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമും ചെയ്യും, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും പഠിക്കും. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മക്ഡൊണാൾഡ്സ്, അങ്ങനത്തെ ഓരോ ആമസോൺ, അങ്ങനെ കുറച്ചുകൂടി കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വട്ടം വർക്കിന് പോകുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഫ്യൂച്ചറുള്ള ജോബല്ല ഇത്, നാളെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടിയേ പറ്റൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും അപ്ലൈ ചെയ്തു. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ 2 എക്സാംസ് ഉണ്ട്, മസ്റ്റായിട്ട് എഴുതേണ്ട എക്സാംസാണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ജർമ്മനിയിലെ സ്കെയിൽ എന്ന് വെച്ചാൽ
1 to 5 ആണ്. 5 എന്ന് വെച്ചാൽ ഫെയിലായെന്നും 1 എന്ന് വെച്ചാൽ ഹയസ്റ്റ് സ്കോറെന്നുമാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഞാൻ ഫെയിൽ ആവുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് 5 ആയിരുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതിയ തോക്കുമായിരുന്നു. എപ്പോഴും എക്സാം എഴുതുന്നു, കരച്ചിൽ. എനിക്ക് ജർമ്മനി പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണം, ആ ഒരു കണ്ടീഷനായിരുന്നു. ആ ഒരു ഇടയ്ക്ക് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തെങ്കിലും ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി നോക്കത്തില്ലായിരുന്നു. ഫ്രണ്ട്സ് ഭയങ്കര ചില്ലിങ്, ഭയങ്കര വൈബ്, ആ ഒരു രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി രണ്ടാമത് പുതുക്കിയിട്ട് എക്സാംസ് എഴുതാൻ പോയി. പിന്നെ എഴുതിയ എക്സാംസിനൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു. എനിക്കായിരുന്നു എന്താ പറയുക, ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നിടത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാംസിനും 95% എബോ ആയിരുന്നു. അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഫെയിലായ ഒരു രീതിയിൽ അറിഞ്ഞിരുന്ന ഞാൻ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാവുന്ന അത്രയും രീതിയിൽ കർത്താവിനെ ഉയർത്തി. കാര്യം ഓരോ വട്ടം എക്സാംസിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ 3 ദിവസത്തിന് ശേഷം നിന്നെ ഉയർത്തിയ കർത്താവ് ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയെ എന്നെ ഉയർത്താൻ സാധിക്കില്ലേ, നീ ഉയർത്തുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാശുരൂപം കൈപ്പിടിച്ചിട്ട് ഞാൻ എക്സാംസിന് വീണ്ടും പ്രത്യാശയോടുകൂടി പോയി എക്സാംസ് എഴുതി. പിന്നെ എഴുതി ഓരോ എക്സാംസിനും എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ എക്സാംസിനും ഞാൻ തന്നെ ആയിരുന്നു ടോപ്പ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ജോബിനൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്കറിയില്ല, ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പ്രൊഫസേഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം ഒരു ജർമ്മൻ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണ കുരിശ് വരച്ച് അങ്ങനെ ഓരോ ജോബിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു, നിനക്ക് പെട്ടെന്ന് കിട്ടില്ല, മിനിമം ഒരു 6 months എങ്കിലും വേണം നമുക്കൊരു ഇൻറ്റേൺഷിപ്പോ ജോബോ ജർമ്മനിയിലൊക്കെ കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് 6 മാസത്തിൻ്റെ ആവശ്യം? കർത്താവ് യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് 6 മാസം നീട്ടിത്തരണം? 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജോബ് തന്നൂടാ? ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, 6 മാസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ 1.5 കൊല്ലം കഴിഞ്ഞു, എനിക്ക് എന്താണെങ്കിലും 1 മാസത്തിനുള്ളിൽ ജോബ് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തോടു കൂടി ഉപവാസം എടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കമ്പനിയിൽ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് 8 months ആയി. റിമോട്ടായിട്ട് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് അനലിസ്റ്റായിട്ട് ജോബ് കിട്ടി. അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഓരോ വട്ടം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാലയെ കൂടണം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് 7-ാം തീയതി ആയിരുന്നു എൻ്റെ തീസിസിൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ കുറച്ച് ടഫായിട്ട് ടോപ്പിക്കായിരുന്നു. ഞാൻ പഠിച്ചത് മാത്സ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡായിരുന്നു, ഈ ഇമേജ് സൂപ്പർ റെസൊല്യൂഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടാസ്ക്. കോഡിങ്ങും അത്ര എനിക്കറിയില്ല, പൈത്തണും കുറച്ചുകൂടി ബാക്കിലോട്ടാണ്. അതുകൊണ്ട് അവർ തന്ന ഡെഡ് ലൈനിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 7th എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 21st വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 21st സബ്മിറ്റ് ചെയ്തിട്ട് എന്തായാലും 25-ാം തീയതിയിലുള്ള അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഫോറിന് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നാട്ടിൽ വന്ന് കുറേ ഫുഡ് കഴിക്കണം, കുറേ ഫ്രണ്ട്സിനെ കാണണം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാട്ടിൽ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവേ നിൻ്റെ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമേ, ആ ഒരു കരുണ നീ എന്നോട് കാണിക്കണമേ, നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 21-ാം തീയതിയിലായിരുന്നു എൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ ഒരു 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവഹിതമാണോ ദൈവ പദ്ധതിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടഫായ രീതി മാതാവിനോട് പറഞ്ഞു, എങ്ങനെ പോയാലും ടിക്കറ്റിന് ഒരു 19,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പക്ഷേ ഞാനൊരു 30,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും മാതാവിൻ്റെ ഹിതമാണ് ഞാൻ വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഒന്നും റേറ്റ് കുറവില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ പോണ്ടാന്ന്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും അവിടെ ജർമ്മനിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്, അവളും നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അവളും ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോഴത്തേക്ക് അവളും ഞാനും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. 25-ാം തീയതി രാത്രി ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ വേണ്ടി എല്ലാം തയ്യാറായി കിടന്നു. പിറ്റേ ദിവസം എണീറ്റപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര വയ്യാഴ്മയായിരുന്നു. അവൾക്ക് ജപമാലയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല.
പക്ഷേ എനിക്ക് വരാൻ പറ്റി. രാവിലെ ഞാനിവിടെ എത്തി, അഖണ്ഡ ജപമാലയ്ക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൻറ്റിമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിപ്പോകും. അപ്പോൾ എൻ്റെ വിചാരം ജപമാലയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓടി പോകണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു മണിക്കൂർ ജോസഫ് അച്ഛനൊക്കെ മുന്നിൽ കാണുമെങ്കിൽ പിന്നെ അവിടെ പോയി മാതാവിനെ തൊട്ടുമുത്താം എന്ന് വെച്ച് സ്പീഡിൽ നടന്ന് പോവാം. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സ്പീഡ് നടന്നിട്ട് കാര്യമില്ല, എത്തിപ്പെടത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് തോന്നി. ഞാൻ മാതാവിൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊന്ത പോലും ചൊല്ലാതെ ഞാനിങ്ങനെ പരേഡിന് പോകുന്ന പോലെ ഇത്രയും സ്പീഡിൽ പോകുന്ന എന്തിനാന്നുള്ളൊരു വിഷമം തോന്നിയിട്ട് പിന്നെ ഞാൻ ആരുടെയും കൂടെ ഓടാൻ നിന്നില്ല. ഞാൻ പിന്നെ പതിയെ ജപമാല എത്തിച്ച് പതിയെ ഓരോ ജപമാലയും മാതാവിനോട് ആത്മാർത്ഥമായി എത്തിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് ഇത് ഭയങ്കര ചൂടാണ്, പക്ഷെ കുഴപ്പമില്ല, എൻ്റെ പൂർവികരായ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊള്ളുകയാണ്, അവർക്ക് നീ മോചനം നൽകണമേ, ഈ ചൂടും ഈ കഷ്ടപ്പാട് ഞാൻ സഹിച്ചോളാം. അങ്ങനെ ജപമാല എത്തിച്ച് മാതാവിൻ്റെ അടുത്തെത്തി. തിരിച്ചു പോകാൻ സമയത്ത് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് നടന്നു. അപ്പോൾ തിരിച്ച് നടന്ന് ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ല, ഞാൻ തിരിച്ച് ആലപ്പുഴ വരെ നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു പരാതിയുമില്ല മാതാവേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇനി നാളെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് കർത്താവേ നിന്നിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കണമേ, നിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ ദാസിയാക്കി എന്നെ മാറ്റണമേ, അങ്ങനെ തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. അങ്ങനെ തിരിച്ച് അവിടുത്തെ ചർച്ചയിൽ നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്കൊരു എനിക്ക് എത്ര കിലോമീറ്റർ എന്നറിയില്ല, വീണ്ടും തിരിച്ച് ജപമാല ചൊല്ലി തിരിച്ച് വരുന്ന വഴിക്കും ചൊല്ലിയാണ് നടന്നു വന്നത്. പിന്നെ ഒരു ബസ് കിട്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ രാത്രി 9 മണിക്കാണ് ബ്ലോക്കായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ആലോചിച്ച് തിരിച്ച് നടന്നിട്ടാണെങ്കിലും ഞാൻ വീട്ടിലൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ പദ്ധതിയല്ല കർത്താവെ നിൻ്റെ പദ്ധതി നടപ്പാക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആത്മീയമായി എത്രത്തോളം എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് 6 കാര്യങ്ങൾ എഴുതണം, പക്ഷേ എനിക്ക് എഴുതാനൊന്നുമില്ല. കാര്യം തന്ന കർത്താവിന് വയറ് നിറയ്ക്കാൻ അറിയാം. ഞാൻ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്കറിയാം നാളെ എനിക്കൊരു ജോബോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതി എൻ്റെ മുകളിലുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ദൈവം അതിലും മുകളിലുള്ള വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 6 കാര്യങ്ങൾ എന്ത് എഴുതണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ പിന്നെ ഒരു 3-4 കാര്യം എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത്. അതുപോലെ ജർമ്മനി നിൽക്കുമ്പം ഭയങ്കര ടെംപ്റ്റേഷൻസാണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മുടെ കൂടെ ഫാമിലി ഒന്നുമില്ല. അപ്പം ഞാൻ കൂടുതലും കർത്താവിനോട് പറയും കർത്താവ് ഇതെൻ്റെ കൊച്ചു പ്രായമാണ്, എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കിപ്പം വേറെ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും കർത്താവിലേക്ക് അടുക്കാൻ വേണ്ടി എൻ്റെ ഈ ഒരു യൂത്ത് തയ്ത്തായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിച്ചുകൊള്ളുവാണ്. കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഹോളി മാസിന് കൂടാറുണ്ട്. അപ്പം അവിടെയുള്ള ക്രിസ്ത്യൻസ് എപ്പോഴും എന്നോട് പറയും നീ ഹിന്ദുവാണ്, നിൻ്റെ ഈ വിശ്വാസവും നിൻ്റെ ഈ പ്രാർത്ഥന കാണുമ്പം അവർക്ക് തന്നെ അത്ഭുതം തോന്നും, അവരൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അവർ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒന്നുമില്ലെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് ഓരോ വീടുകളിലും കൊണ്ട് പത്രം കൊടുത്തു. കൂടുതലും ഹിന്ദുസിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദൈവമായ സത്യക്രിസ്തുവിനെ അവരും അറിയണം, അവരും അതിൽ വിശ്വസിക്കണം, അവരും രക്ഷ പ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഓരോ വീട്ടിലും കൊണ്ട് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറിയുടെ 10% ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. ഒരു 10,000 രൂപ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കാരുണ്യ പ്രവൃത്തിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പം ഹോളി മാസം ആയിരിക്കും ചെയ്യുക. ഒരു ഹോളി മാസം 250 രൂപ അങ്ങനെ കണ്ട. അപ്പം ഒരാഴ്ച 2 ഹോളി മാസം വെച്ച് ചിലപ്പം ഒരു വർഷത്തെ മുഴുവൻ ചെയ്യും. അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ട് നാട്ടിൽ വരുമ്പം ഈ പാവപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ കാണുമല്ലോ, അവർക്ക് എപ്പോഴും പൈസയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ചേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി, വിധവയായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും പൈസയായിട്ടായിരിക്കും അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു സംഭവം, ഞാൻ മാതാവിനോട് എപ്പോഴും ചോദിക്കും, മാതാവേ നിൻ്റെ സ്വന്തം പുത്രൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പം നിനക്ക് കർത്താവിനോട് ഒരു പരാതി പോലും പറയാതെ ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസിയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പം എന്നിട്ടും കർത്താവിലേക്ക് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് മാതാവ് നിനക്ക് ഇത്രയും ശാന്തമായിരിക്കാൻ പറ്റുന്നതെന്ന്.
ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അച്ഛന് ഞാൻ നാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട അച്ഛൻ എങ്ങനെ തോന്നി കുടിച്ചിട്ടിങ്ങനെ. അച്ഛൻ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്നാലും അച്ഛൻ കുടിച്ചിട്ട് വന്ന് നിന്നപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചകൾ ജോസഫ് അച്ഛൻ്റെ മോർണിംഗ് പ്രെയറിൽ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ആദ്യം നിങ്ങൾ ജോർദാനിലായിരിക്കും, പതിയെ നിങ്ങൾ മരുഭൂമിയിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, കുറച്ചുകൂടി വീക്കാവും, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കും. ശരിക്കും ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ ജർമ്മനി നാട്ടിൽ വന്നെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയോളം വീട്ടിലിരുന്ന് കരച്ചിൽ തന്നെ ആയിരുന്നു. കാര്യം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പം ലീവിന് വന്നതല്ലേ, എന്നിട്ടും കർത്താവിനോട് ഒരു വാക്ക് പോലും പരാതി ഞാൻ പറഞ്ഞില്ല. കർത്താവ് ഞാൻ ലീവിന് വന്നതല്ലയോ. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പരിശുദ്ധ അമ്മ മാതാവ് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒത്തിരി കർത്താവിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വലിയ കൃപ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വഴി എനിക്ക് കിട്ടി. അതുപോലെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഫുൾ ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടിരിക്കും. എൻ്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മയും ഹിന്ദുവാണ്. അമ്മ വിശ്വാസിയാണ്, അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ അത്ര വിശ്വാസിയല്ല. അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിലും ഹോളി മാസിന് പോവുകയാണെങ്കിലും അച്ഛൻ എപ്പോഴും പറഞ്ഞു, നീ എന്തിനാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നത്, എപ്പോഴും പോകുന്നത്, എല്ലാ ദൈവവും ഒരുപോലല്ലേ, അങ്ങനെയൊക്കെ അച്ഛൻ പറയും. അപ്പം ഞാൻ കർത്താവിനോട് പക്ഷെ എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അടിച്ചുറപ്പിച്ച രീതിയിൽ കർത്താവ് തന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പം അടുത്ത ഓരോ വർഷം കൂടുന്തോറും ഓരോ ന്യൂ ഇയർ ആകുമ്പം താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ രാത്രി 12 മണിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ വർഷവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കൂടുതൽ നന്ദി പറയാനേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ ഈ വർഷം ന്യൂ ഇയറിന് അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തു എന്ന് എനിക്ക് പറയത്തക്ക വിധം കുറേ അനുഭവങ്ങൾ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്നതിനും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്ന് പറയും മുന്നേ ഞാൻ ആലോചിച്ച് എന്ത് ഞാൻ പറയും, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഓരോ ചേച്ചിമാർ പേപ്പറിലൊക്കെ എന്ത് പറയേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല, എന്താ അവിടെ പോയി പറയാമെന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്താണ് പറയേണ്ടതെന്നുള്ളത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തരും. അതുകൊണ്ട് നീ ഒട്ടും എന്താ പറയുക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ എന്താ പറയുക എൻ്റേതായ രീതിയിൽ കുഞ്ഞു പ്രേയേഴ്സ് എഴുതിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാറുണ്ട്. അതുപോലെ ഞാൻ എഴുതിയൊരു പ്രേയറാണിത്. Oh my God, as you loved your beloved son Jesus, as you loved your David, as you loved Abraham, please love us and let us unfit for the world, let us fit for your plans. And sometimes we are too late for our works, but we never ever be late to praise you or worship you. Amen. സങ്കീർത്തനങ്ങൾ 37, 4, 5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഗോകുല കൃഷ്ണൻ എന്ന ഈ മകൾ എത്ര സുന്ദരമായിട്ട് ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുവെന്ന് നമ്മളോട് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഭൗതികമായ നേട്ടങ്ങളല്ല മകൾ ശരിക്കും നമ്മളോട് സംസാരിച്ചത്. മകൾ പങ്കുവച്ചത് മുഴുവനും ഈശോയെ കണ്ടെത്തി സ്നേഹിച്ച, ഈശോയ്ക്ക് സ്വന്തമായ, ഈശോയുടെ സംരക്ഷണയിൽ ജീവിതം മുഴുവനും ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ്. സുന്ദരമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് മകൾ പങ്കുവച്ചത്. ശരിക്കും ഓരോ വാചകവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര കണ്ടെങ്ങനെ ഈശോയെ സ്നേഹിക്കാനാവും, ഇത്ര കണ്ടെങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിക്കുവാനാവും, ഇത്ര കണ്ടെങ്ങനെ നമ്മുടെ തന്നെ പ്രവൃത്തികളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനാവും, ഇത്ര കണ്ടെങ്ങനെ സുവിശേഷത്തെ പങ്കുവയ്ക്കുവാനാകും എന്ന് നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനസ്സ് പല വിചാരങ്ങൾ കൊണ്ട് എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു, ഈ മകൾ പറയുന്ന വിശ്വാസ ജീവിതം എത്ര ഉയരത്തിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. എത്ര ഗഹനമായിട്ടാണ് അവരുടെ ദൈവാനുഭവത്തെ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഒട്ടും നിസ്സാരമായ ഒരു ജീവിത രീതി അല്ല അവൾ പങ്കുവെച്ചത്.
നമുക്കറിയാം അവൾ അവസാനം പറഞ്ഞു വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടേതായ പ്രശ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്, സാഹചര്യങ്ങളിൽ ചില വിഷമതകളുണ്ട്. എങ്കിലും അതൊന്നുമല്ല ഈശോയോടുള്ള ബന്ധത്തെ അവിടെ ഇങ്ങനെ ആഴപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്നത്. സ്വയം വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, ഈശോയെ സ്നേഹിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട്, ഈശോയുടെ സുവിശേഷവും സന്തോഷവും മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് മകൾ എത്ര കണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്യുക എന്ന പ്രക്രിയ മാത്രമാണ്. ഭൗതികമായ നന്മകളൊക്കെയും ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് നൽകുന്ന അപ്പകഷ്ണങ്ങൾ മാത്രമാണ്. എന്നാൽ അടിസ്ഥാനപരമായി വേണ്ടത് ആത്മാവിനെ ഈശോയ്ക്ക് കൊടുക്കുവാനാവുന്ന വിധത്തിൽ ജീവിതത്തെ നന്നായി ക്രമീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ്. അതിലേക്കാണ് ഈ മകൾ വളരെ വേഗത്തിൽ ഈ ചെറിയ പ്രായത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ സൂചിപ്പിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞ് ഒരല്പകാലം വൈബിനും ചില്ലിനുമൊക്കെ അടിമപ്പെട്ട് കൂട്ടുകാർക്കൊപ്പം ഒരടിപൊളിയുടെ കാലം ഉണ്ടായിരുന്നുവെന്ന്, ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയ ഒരു കാലം അവൾക്കുണ്ടായിരുന്നുവെന്ന്. പക്ഷേ അവൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് അത് ക്ലേശത്തിൻ്റെതായിരുന്നു. ജഡികമായ പ്രവണതകളിൽ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ തനിക്ക് ദൈവികമായ സംരക്ഷണം നഷ്ടപ്പെടുന്നത്, ആ പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടുന്നത്, ജീവിതത്തിലുള്ള മേൽഗതികൾക്ക് അത് വല്ലാതെ പുറകോട്ട് പോകുന്നതൊക്കെ മകൾ അനുഭവിച്ചതും നമ്മളോട് പങ്കുവച്ചു. എന്നാൽ വീണ്ടും അമ്മ മാതാവിലേക്ക് മടങ്ങി വന്ന് ഉടമ്പടി നവീകരിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ തടസ്സങ്ങൾ മാറുന്നതും സ്ഥിരജോലി ലഭിക്കുന്നതും കൂടുതൽ ദൈവികമായ സന്തോഷവും സ്നേഹവും അനുഭവിക്കുന്നതും മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അവൾ അതുപോലെ തന്നെ സൂചിപ്പിച്ചു, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നതായിരുന്നു ആഗ്രഹം. അവധിക്ക് വന്നതുപോലും ആ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതിന് തൻ്റെ തീസിസ് പേപ്പർ സമർപ്പിക്കുവാൻ തടസ്സമാകുമെന്ന് കരുതിയ ദിവസങ്ങളുണ്ട്. 21-ാം തീയതി അത് സമർപ്പിക്കേണ്ടിയിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ പ്രയാസം വരുമെന്ന് കരുതുമ്പോൾ അമ്മ മാതാവ് അത് ഒരാഴ്ച മുൻപത്തേക്കാക്കി 15-ന് സമർപ്പിക്കുവാൻ സാഹചര്യമൊരുക്കുന്നു. വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കുവാൻ അവസരമൊരുക്കുന്നു. ആ അഖണ്ഡ ജപമാല റാലിയിലേക്ക് മകളെ കൊണ്ടുവരുന്നു. ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു അനുഭവം അവൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ജപമാല ചൊല്ലിയാണോ ആ ജപമാല റാലി മുഴുവനും പങ്കുചേർന്നത്? എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ യാത്ര മുഴുവനും ചെയ്തു എന്നവൾ പറഞ്ഞപ്പോഴാണ്. ശരിക്കും അക്രൈസ്തവ മകൾക്ക് ശുദ്ധീകരണ സ്ഥലമെന്ന കാഴ്ചപ്പാടുകളൊക്കെ എത്തിച്ചേരാൻ തന്നെ എത്ര കണ്ട് ആത്മീയ വളർച്ച സ്വയം വരേണ്ടതുണ്ട്. അതെല്ലാം അവൾ ഓരോന്നും മനസ്സിലാക്കുന്നു. ഒരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ഈശോയോട് അമ്മ മാതാവിനോട് ഇടപഴകുവാൻ, പെരുമാറുവാൻ, സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ മകൾക്ക് സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ അവൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, ആദ്യം കുറേ പേരിങ്ങനെ ഒരു ഓട്ടപ്പന്തയം പോലെ ജപമാല റാലിയിൽ ഓടുന്നത് കണ്ടു. പിന്നീട് മനസ്സിലായി ഓടിയത് കൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത്ര ദൂരം ഞാൻ എത്തി, ഇത്ര കാലം ഞാൻ കാത്തിരുന്ന് അമ്മ നടക്കുന്ന വഴികളിലൂടെ ഈ ക്ലേശകരമായ തീർത്ഥാടനത്തിന് ത്യാഗപൂർവം ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ദൈവവിചാരം വിട്ടുപോയാൽ, മറ്റു കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചാൽ ഈ യാത്ര പോലും തീർത്ഥാടനം പോലും പാഴായിപ്പോകുമെന്ന്. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല, ശാന്തതയോടുകൂടി നിരന്തരം ജപമാല ചൊല്ലി എൻ്റെ അമ്മ മാതാവിനൊപ്പം ഞാൻ സഞ്ചരിക്കുകയാണ് ചെയ്തതെന്ന. പ്രിയമുള്ളവരെ, എത്ര സുന്ദരമായിരുന്നു ഈ മകളുടെ ഓരോ വാചകവും, എത്ര സുന്ദരമായിരുന്നു അവളുടെ ഓരോ ദൈവികമായ ബോധ്യങ്ങളും അനുഭവങ്ങളും, ആ ദൈവികമായ ഉറപ്പിലുള്ള അവളുടെ സംസാരവും. നമുക്കതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്പം കൂടി ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കുവാനും ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിൻ്റെ തെളിമയുള്ള ജീവിതത്തിന് നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. മകൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കും.